ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രെയർ നമുക്ക് ആരംഭിക്കാം. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ഏൽപ്പിക്കുകയും ചെയ്യാം. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ അല്പനേരമായിരിക്കാനും ദൈവത്തിന്റെ വചനം കേൾക്കാനുമുള്ള അവസരമാണ്. ദൈവകൃപ അന്വേഷിക്കുന്നതിനും ദൈവകൃപ ചോദിക്കുന്നതിനുമുള്ള അവസരമാണല്ലോ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഇപ്പോൾ പ്രാരംഭ പ്രാർത്ഥന മിസ്റ്റർ സി സൈബാൾ നിർവഹിക്കുന്ന ഓപ്പണിംഗ് പ്രെയർ done by Mr. C. Saibal. Hello, Saibal. Good morning, Acha. Good morning. Hello, Saibal. Can you hear me? ഞാൻ പറയുന്ന കേൾക്കാമോ നിങ്ങൾക്ക്? കേൾക്കാം അച്ഛാ. Saibal, can you hear me? Okay. Let us pray. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല പകലിനായും നല്ല പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് അടുത്തു വരുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ദൈവകൃപ അന്വേഷിക്കുന്നതിനും ദൈവത്തോട് യാചിക്കുന്നതിനും കർത്താവെ ഞങ്ങൾക്ക് ഈ പ്രഭാതം നൽകുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ കഴിഞ്ഞ രാത്രിയിൽ സുഖകരമായി ഉറങ്ങുകയും ശ്രമിക്കുകയും ചെയ്തു. ദൈവകൃപയിൽ എഴുന്നേൽപ്പാനും ഉണരുവാനും കർത്താവെ ഒരു പകലൂടെ ജീവിപ്പാനും കർത്താവ് ഞങ്ങൾക്ക് തരുന്ന അസുലഭമായ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം കരയറ്റുന്നു. ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിലും ആയിരിക്കുന്ന ഇടങ്ങളിലും ഒക്കെ ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ ഇടയാകണമേ. ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ ജോലി ആവശ്യങ്ങളിലും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠന കാര്യങ്ങളിലും ഒക്കെ ദൈവത്തിന്റെ കരുതലും കൃപയും കഴിഞ്ഞ നാളുകളിൽ തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുവാൻ കടന്നു വന്നിരിക്കുന്ന ഓൺലൈനായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പേരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന സ്വർഗം ചെവി ചായ്ച്ച് കേട്ട് ഞങ്ങൾക്ക് ഉത്തരം വരളണമേ. സ്വർഗം ചായ്ച്ചിറങ്ങി ഞങ്ങൾക്ക് മറുപടി നൽകണമേ. കർത്താവെ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ തമ്പുരാൻ കൂടെ ഇരിക്കുകയും ഞങ്ങളുടെ കർത്താവെ പ്രാർത്ഥനകളെ കേൾക്കുകയും ഞങ്ങളുടെ യാചനകളെ കർത്താവെ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് വഴി ഞങ്ങൾക്ക് മനസ്സിനും ഹൃദയത്തിനും ശരീരത്തിനും സന്തോഷവും സൗഖ്യവും ആരോഗ്യവും ലഭിപ്പാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സമർപ്പണത്തോടെ പ്രാർത്ഥനയിൽ പങ്കെടുപ്പാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. അതേപോലെ പ്രത്യാശയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. ദൈവകൃപയിൽ ശരണപ്പെടുന്നു കർത്താവെ. നിന്റെ നാമം ഉയർത്തുവാനും നിന്റെ നാമം കർത്താവെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വേറിട്ട് അല്പനേരം ഇരിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ഹൃദയവിചാരങ്ങളും ചിന്തകളും അവിടുന്ന് അറിയുന്നല്ലോ. ഞങ്ങളുടെ എല്ലാവിധ ബാഹ്യ ചിന്തകളും ആമേൻ കർത്താവ് പലതിനെ കുറിച്ചുള്ള ഞങ്ങളുടെ വിചാരങ്ങളൊക്കെ മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ ഏകാഗ്ര ഹൃദയത്തോടെ ഇരിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവപ്പ, ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും നന്മയും സന്തോഷവും സമാധാനവും സൗഖ്യവും ലഭിപ്പാൻ ഇടയാക്കണമേ. ഇന്ന് ഇതിൽ പങ്കുചേരുന്ന ആളുകൾ വരാനായിട്ട് ആഗ്രഹിക്കുന്നവരെ എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്ന പ്രാർത്ഥന അതേതോ നീ കേട്ട് ഉത്തരം വരളണമേ. ആമേൻ. പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് മിസ്സസ് രശ്മി ആഷ്ലി ആണ്. നമുക്ക് ചേർന്ന് പാടാം. കർത്താവിൽ സന്തോഷം അവൻ എൻ ബലം എന്ന ആദ്യത്തെ പാട്ട്. അതിനുശേഷം പരിശുദ്ധൻ മഹോന്നത ദേവൻ. നമുക്ക് പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Acha, sorry, I'm back. There was some technical problem. I'm back. No issue. Thank you. I have done the opening prayer. So if it is possible, do the closing prayer when we complete. Okay, sure. Yeah. Okay. Rashmi. ഗുഡ് മോർണിംഗ് അച്ഛാ. മോർണിംഗ്. കേൾക്കാം. ആദ്യത്തെ പാട്ട് പ്രാർത്ഥനാ ഗീതങ്ങളിൽ നിന്നും 13ാമത്തെ പാട്ട്, സോം നമ്പർ 13. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കും നാളവനൻ ബലം,
അവനെന്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവനെന്റെ സർവവുമേ. അവനെന്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവനെന്റെ സർവവുമേ. പല നാൾ കരുതി ഞാനേകനെന്ന അന്നാളിലവനെന്നോടു ചൊല്ലി. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു നിന്നോടു കൂടെയുണ്ട്. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു നിന്നോടു കൂടെയുണ്ട്. ബലഹീനനെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവനെന്നോടു ചൊല്ലി. ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടു കൂടെയുണ്ട്. ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടു കൂടെയുണ്ട്. സ്നേഹിതരില്ലെന്നു കരുതിയ നാൾ അന്നാളിലവനെന്നോടു ചൊല്ലി. നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ നിന്നോടു കൂടെയുണ്ട്. നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ നിന്നോടു കൂടെയുണ്ട്. അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവനെന്നോടു ചൊല്ലി. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്. നിന്ദിതനെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവനെന്നോടു ചൊല്ലി. ക്ഷീണിച്ചു പോകേണ്ട നിന്നെ വിളിച്ചവൻ നിന്നോടു കൂടെയുണ്ട്. ക്ഷീണിച്ചു പോകേണ്ട നിന്നെ വിളിച്ചവൻ നിന്നോടു കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം. പാരിതിൽ പാർക്കും നാളവനൻ ബലം. അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും അവനെന്റെ സർവവുമേ. അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും അവനെന്റെ സർവവുമേ. അടുത്ത പാട്ട് സോങ് നമ്പർ 79. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ,
മന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൽ സൂര്യൻ, രാജാതിരാജനാം മഷിഹ, അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിயின் സൂര്യൻ, രാജാതിരാജനാം മഷിഹ. ഹല്ലേലൂയാ, 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 ആമേൻ. കോടാകോടി ദൂത സൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ, തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മഷിഹ. കോടാകോടി ദൂത സൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ, തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മഷിഹ. ഹല്ലേലൂയാ, 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 ആമേൻ. താങ്ക് യു. താങ്ക് യു രശ്മി. പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ദൈവകരങ്ങളിൽ നമ്മെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കാം. പ്രാർത്ഥിക്കാൻ ചുമതലപ്പെട്ടവർക്ക് പ്രാർത്ഥനയുടെ പോയിന്റ്സ് അയച്ചിട്ടുണ്ട്, എന്തൊക്കെ പ്രാർത്ഥനാ കാര്യങ്ങൾ ഓർക്കണം എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവകരങ്ങളിൽ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കുകയും മനസ്സുകളെ ഏകാഗ്രമാക്കുകയും ചെയ്യാം. ദൈവസന്നിധിയിൽ നാം അടുത്ത് വരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന, നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ നടുവിലുണ്ടല്ലോ. ദൈവത്തോട് നമുക്ക് സ്തോത്രം കരയറ്റാം. പ്രാർത്ഥനയ്ക്ക് മുൻപായി ദൈവവചനത്തിൽ നിന്നും ഒരു വേദഭാഗം ഞാൻ വായിക്കുകയാണ്. അതിനുശേഷം പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. 40-ാം സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങൾ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞെന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി അവനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന്റെ സ്തുതി തന്നെ. ദൈവകരങ്ങൾ നമ്മെ ഏൽപ്പിക്കാം. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവരുടെ അടുക്കലേക്ക് യഹോവ ചാഞ്ഞ് വരുന്നു, നിലവിളി കേൾക്കുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ സന്ദർഭത്തിൽ രോഗം കൊണ്ടും ക്ഷീണം കൊണ്ടും ഭാരപ്പെടുന്ന ആളുകളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാലാവസ്ഥയുടെ വ്യത്യാസം മൂലം രോഗം കൊണ്ടും ക്ഷീണം കൊണ്ടും പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ. ദൈവകരങ്ങളിൽ നമുക്ക് അങ്ങനെയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആരുടെയോ മൈക്ക് ഓണാണ്, മ്യൂട്ട് ചെയ്താൽ സൗകര്യമായിരുന്നു. നമുക്ക് ദൈവകരങ്ങളിൽ രോഗം കൊണ്ടും ക്ഷീണം കൊണ്ടും ഭാരപ്പെടുന്ന ആളുകളെ പ്രയറിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സൗഖ്യമാക്കുന്ന കരം അങ്ങനെയുള്ള ആളുകളുടെ മേൽ നീട്ടേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ അറിവിലും അറിയാതെയും പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ക്ഷീണപ്പെടുന്നവർ, പ്രയാസപ്പെടുന്നവർ, കിഡ്നി സംബന്ധമായ രോഗം, ഹൃദയ സംബന്ധമായ രോഗം, അതേപോലെ ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അതേപോലെ മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവരുണ്ട്.
ഓർമ്മ നഷ്ടമായവർ, ഓർമ്മയിൽ പ്രതിസന്ധികൾ, പ്രയാസങ്ങളുള്ളവർ, ശരീരത്തിന്റെ വേദനകളും ക്ഷീണങ്ങളും ഭാരങ്ങളും ഉള്ളവർ, പ്രായത്തിന്റെ ക്ഷീണങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൊണ്ട്, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ കൊണ്ട്, ലിവർ സംബന്ധിയായ രോഗങ്ങൾ കൊണ്ട്, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ കൊണ്ട് ഭാരപ്പെടുന്ന നമ്മുടെ അറിവിലും അറിയാതെയുമുള്ള എല്ലാവരെയും പ്രാർത്ഥനയെ നമുക്ക് ഓർക്കാം. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം അങ്ങനെയുള്ളവരുടെ മേൽ നീട്ടേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഇരിക്കുന്നിടത്ത് ദൈവത്തോട് പറയുക, കർത്താവേ, രോഗികളായ ആളുകളെ നീ സുഖപ്പെടുത്തണമേ, സ്തോത്രം, വീണ്ടെടുക്കണമേ, സൗഖ്യമാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹൃദയം നുറുങ്ങിയും കലങ്ങിയും ഒക്കെ കഴിയുന്നവരാണ് അവർ. പലതരത്തിലുള്ള മരുന്നുകൾ, ഹോസ്പിറ്റൽസ്, ട്രീറ്റ്മെന്റ്, ഡയഗ്നോസിസ്, കൺസൾട്ടേഷൻസ്, ഇങ്ങനെ പലവിധമായ കർത്താവെ പ്രയാസങ്ങൾ കൊണ്ട് അവർ ഭാരപ്പെടുമ്പോൾ ദൈവം സുഖപ്പെടുത്തുന്ന, ദൈവം സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം, വീണ്ടെടുക്കുന്ന ദൈവത്തിന്റെ കരം അങ്ങനെയുള്ളവരുടെ മേൽ നൽകേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ, പലതരത്തിലുള്ള മെഡിസിൻസ് കഴിക്കുന്നവർ, അങ്ങനെയുള്ളവർ നമ്മുടെ ഇടയിലുണ്ടല്ലോ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രായത്തിന്റെ ക്ഷീണങ്ങളുള്ള നമ്മുടെ എല്ലാ മുതിർന്ന ആളുകളെയും, എൽഡർലി ആളുകളെയും പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയില് പലതരത്തിലുള്ള ക്ഷീണാവസ്ഥകളിലുള്ളവരുണ്ട്. ഹോസ്പിറ്റലിൽ പോകുന്നത് മുഖാന്തരവും അധികം മൂവ് ചെയ്യാൻ പറ്റാത്ത, അധികം ട്രാവൽ ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ഇടവക അംഗങ്ങളുണ്ട്. വീടുകളിൽ തന്നെ കഴിഞ്ഞുകൂടുന്നവർ, അങ്ങനെയുള്ളവരെ നമുക്ക് പ്രാർത്ഥനയിൽ വഹിച്ച ദൈവത്തോട് പ്രാർത്ഥിക്കാം. പള്ളിയിൽ വരാൻ സാധിക്കാത്ത ആളുകളുണ്ടല്ലോ. നമുക്ക് അങ്ങനെയുള്ള അമ്മച്ചിമാരെയും അപ്പച്ചന്മാരെയും നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറുപ്പക്കാരെ പ്രാർത്ഥനയിൽ ഓർക്കാം. മധ്യവയസ്കരെയും പ്രായമായവരെയും പ്രേയറിൽ ഓർക്കാം. കുട്ടികളെ പ്രാർത്ഥനയിൽ വഹിക്കാം. ദൈവികമായ ജ്ഞാനം കൊണ്ട് കുട്ടികളുടെ ഹൃദയങ്ങൾ നിറയേണ്ടതിനായി, ദൈവ വഴിയിൽ കുഞ്ഞുങ്ങൾ നടക്കേണ്ടതിനായി, അനുസരണയും ദൈവഭയമുള്ളവരായി വളരേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കൺഫർമേഷൻ ക്ലാസ്സസിലൂടെ കൺഫർമേഷന് വേണ്ടി പഠിക്കുന്നതായിട്ടുള്ള എല്ലാ കൺഫർമേഷൻ കാൻഡിഡേറ്റ്സിനെയും പ്രേയറിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലുള്ള റിട്ടയർഡ് ആളുകളെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കാം. ജോലിക്ക് ശേഷം വിശ്രമ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്ന എല്ലാ റിട്ടയർഡ് മെമ്പേഴ്സിനെയും, വർക്കിംഗ് മെമ്പേഴ്സിനെയും പ്രേയറിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ജോലി ചെയ്യുന്നവർ നേരിടുന്ന പ്രതിസന്ധികൾ അനവധിയാണ്. അവരുടെ ഓഫീസുകളിൽ കർത്താവെ സമാധാനവും സ്വസ്ഥതയും, അവരുടെ കൺസൾട്ടേഷൻസിൽ, അവരുടെ മീറ്റിംഗ്സിൽ, അവരുടെ കർത്താവെ ജോലിക്ക് വേണ്ടിയുള്ള ട്രാവൽസിൽ, ക്ലയൻസുമായിട്ടുള്ള അവരുടെ ഇടപെടലുകളിൽ ദൈവമേ നിന്റെ കരുതൽ ഉണ്ടാകണമേ, ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതേപോലെ ജോലി പ്രതീക്ഷിക്കുന്നവർക്ക് നമുക്ക് പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരെ നമുക്ക് പ്രേയറിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയുടെ എല്ലാ ശുശ്രൂഷകളെയും പ്രേയറിൽ ഓർക്കാം. പ്രത്യേകിച്ച് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. യങ് പീപ്പിൾ, ദോസ് ഹു ആർ പ്രിപ്പയറിംഗ് ഫോർ ദെയർ മാരേജ് ആൻഡ് ദോസ് ഹു ആർ എക്സ്പെക്ടിങ് ചിൽഡ്രൻ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ പ്രതീക്ഷിക്കുന്നവരെ പ്രാർത്ഥനയിൽ ഓർക്കാം. വിദേശത്ത് ജോലിക്ക് വേണ്ടിയും പഠിക്കാൻ വേണ്ടിയും തയ്യാറായിക്കൊണ്ടിരിക്കുന്ന, പോകാൻ ഒരുങ്ങുന്നതായിട്ടുള്ള നമ്മളെ ചെറുപ്പക്കാരെ പ്രേയറിൽ ഓർക്കാം. ദൈവമേ, വിദേശത്തേക്ക് പോകാനിരിക്കുന്നവർ, ജോലിക്കായിട്ടും പഠിക്കാനായിട്ടും അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നടത്തുന്നവർ, അങ്ങനെയുള്ളവരെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയും കരുണയും നൽകണമേ, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാളെ ഇന്ത്യ രാജ്യം 80th ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇന്ത്യയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയും വളർച്ചയ്ക്ക് വേണ്ടിയും, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയും, വിവിധ ഭാഷകളിലും വിവിധ സംസ്കാരങ്ങളിലും ജീവിക്കുന്ന എല്ലാ ഇന്ത്യക്കാർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഭരണകൂടങ്ങളിലുള്ളവരെ പ്രാർത്ഥനയിൽ ഓർക്കാം. അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും കർത്താവെ അങ്ങനെ സാമ്പത്തിക തിരിമറികളും ഒക്കെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിന് നേതൃത്വം നൽകുന്ന, ഓരോ സ്റ്റേറ്റുകൾക്കും നേതൃത്വം നൽകുന്ന ആളുകൾ വിശ്വസ്തയോടെ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടതിനായിട്ട്, രാജ്യം സമൃദ്ധമായും ഭൗതിക വളർച്ചയിലൂടെ ഒക്കെ പോകാനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.
ലോക സമാധാനത്തിന് വേണ്ടി അപേക്ഷിക്കാം. ലോകത്തിൽ വിവിധ സ്ഥലങ്ങളിൽ യുദ്ധങ്ങളും യുദ്ധപ്രയാസങ്ങളും ഒക്കെ കേൾക്കുന്നല്ലോ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കൊളംബിയയിൽ ഒരു വലിയ എർത്ത് കുറേ അധികം മനുഷ്യർ മരണപ്പെട്ടു. കൊളംബിയയുടെ വീണ്ടെടുപ്പിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ പല സ്ഥലങ്ങളിലും ഭൂമി കുലുക്കം, പ്രകൃതി ദുരന്തങ്ങൾ, മഴ, കൊടുങ്കാറ്റുകൾ, അങ്ങനെ വിവിധങ്ങളായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന രാജ്യങ്ങളെയും അവിടെയുള്ള മനുഷ്യരെയും എല്ലാം നമുക്ക് പ്രാർത്ഥനയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സന്തോഷത്തിനായിട്ട് സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ സന്തോഷത്തെ ദീർഘമാക്കണമേ. ശത്രു ഞങ്ങളുടെ സന്തോഷത്തെ എടുത്തു കളയരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. നമ്മുടെ ഭവനങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. എല്ലാ ഭവനങ്ങളിലും സമാധാനവും സ്വസ്ഥതയും സന്തോഷവും സൗഖ്യവും നൽകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവമുള്ള ഭവനങ്ങളായി നിൽപ്പാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും ജോലിക്കും ഒക്കെ ആയിട്ട് പോയിരിക്കുന്നല്ലോ. അവരുടെ ജീവിതത്തിനായിട്ടും ജീവിത ആവശ്യങ്ങൾക്കായിട്ടും ഒക്കെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാനായിട്ട് ചുമതലപ്പെട്ടവർ ചുരുക്കമായ വാക്കുകളിൽ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുമല്ലോ. ഇപ്പോൾ ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ ഓർത്തുകൊണ്ട് മിസ്സസ് ജെസ്സി മാത്യു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവസന്നിധിയിൽ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ പ്രാർത്ഥിക്കുമല്ലോ. ദൈവം നമുക്ക് സൗഖ്യവും ആശ്വാസവും വിടുതലും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ മറുപടിയും നൽകട്ടെ. അതിനായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാം എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. താതനും മാതാവും നീ എനിക്കല്ലാതെ, താതനും മാതാവും നീ എനിക്കല്ലാതെ ഭൂതലം തന്നിലില്ലേ. വേറാരുമൻ ആതങ്കം നീക്കിടുവാൻ, വേറാരുമൻ ആതങ്കം നീക്കിടുവാൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പ്രാർത്ഥിക്കാം. ജെസ്സി ആന്റി, ജെസ്സി ആന്റി കേൾക്കാമോ? ജെസ്സി ആന്റി, ഞാൻ പറയുന്നത് കേൾക്കാമോ? ജെസ്സി ആന്റി, ശരിയായിരുന്നു. ഹലോ, കേൾക്കാം. പ്രാർത്ഥിച്ചാട്ടെ.
Hello. കേൾക്കാം. Kelka Acha? ഇപ്പോൾ കേൾക്കാം. Okay, sorry about it. Gracious Lord, we bow our heads in praise to thank you and to worship you, Lord. Lord, there are so many of us who have not seen the light of this day. But Lord, you blessed us. We realize you kept us safe, Lord, our families, our children, our parents. Thank you, Jesus. Lord, as we begin each day, we look up to you from where our strength comes. Lord, each of us have problems, some big, some small, some irreparable, O Lord, and many we cannot handle. Teach us, O Lord, that we don't have to go through it alone. We can carry it all to you in prayer, our only help. Lord, give us the faith. Teach us, Lord, to bring our burdens to you and leave it there, believing in your time you will answer our plea. Lord, our hearts brim with gratitude for all your provisions, our family, our friends, our church. Lord, even in our darkest moments, we know we are not alone. We belong. We are your children. Thank you, Father. Lord, I pray for our church and every member there, the young, the old, and our children. I pray for our Sunday school children, Lord. Bless their lives. Lord, help us understand that our lives are their biggest lessons. As parents and teachers, let us guide them in the way they should go. Bless their future, Lord. May they grow in your likeness. I pray for our teachers, Lord, as they sow seeds of faith and hope. May it all fall on fertile minds that they may grow and blossom. Bless them with good health and wisdom, I pray. Lord, I pray for our Sevika Sangam, Lord, for all their contribution, for their support. Bless them with good health, I pray. Oh Lord, bless our young. Even when they are tossed in this world of confusion and deceit and hatred, Lord, help them to stand strong in faith. Let your word be their armor, O Lord. Please help them cope, knowing that they have you on their side, Lord. Use them to make a difference. Allow their lives to leave an impact in whatever they do and wherever they are, O Lord. I uphold the young couples in prayer, O Lord, as they begin their lives together with new hopes and dreams. May their lives be Christ-centered. Help them understand your presence in all their decisions, Lord. Help them, O Lord, in being instrumental wherever they are placed. Let there be love and understanding and mutual respect, O Lord. Lord, I pray for the members of the committee. May all that they plan and decide be only for the well-being of the church. Help them never to misuse the power given to them to decide. I pray for a choir, Lord, their voices and their dedication. Bless their voices, Lord. Lord, I pray for Achan and his family. Bless them with good health and use them for the extension of your kingdom, Lord. Bless them that they may stay focused on the purpose you have placed them here for. Thank you, Lord, for them. Father, we pray for the people in the hospital. Even when we don't understand why there's so much of pain, please give us the faith, just knowing no matter what, you are there in control, O Lord. Let us believe you will not give us anything more than we can bear. Even those family members who are crying out for healing, Lord, calm their hearts with peace, Lord.
Help them to keep their faith, I pray, O Lord. I pray for those people who are terminally ill, who are going through dialysis, O Lord, who have major heart-related problems, Lord. Lord, I pray for those people who have a memory loss, O Lord. It's so difficult. We don't realize the provisions that you've given us, the mercy and the grace you bestow upon us, O Lord. But it's so difficult to cope when life is not going normally, O Lord. I pray for the members of our church, Lord, each and every one, especially the elders, Lord. All that we need to do is lend a helping hand. Sometimes they are in church even when it's difficult to carry themselves there. Help us to acknowledge their presence and all their contribution to the church, O Lord. Sometimes give us the patience to just sit and listen to them, O Lord. Lord, I pray for our children. I pray that all our children grow up in the way that you have destined their lives for. Lord, I pray for very especially for those members who have lost a dear one, O Lord. Bless their families. Give them the understanding and the peace in their hearts that they can carry on. Lord, I very especially pray for our nation, Lord. There's so much of chaos and confusion around. It is so difficult, Lord. It's so difficult to have a day without a bad news on the air, O Lord. But then we know there is your purpose being fulfilled somewhere, bringing us closer to you, at least your children. We cry out and reach for you, O Lord. Bless this nation, Lord. Be with the people who make decisions. Give them the wisdom that they may make the right decisions, O Lord. I pray for the retired people in our church. They have retired just professionally, Lord, but you will continue using them for your purpose, for the well-being of the church in their decision making, O Lord. Be with them, give them the health, help them never to be let down, bless them, and let them carry on with life as if you are still in control of their lives, O Lord. Lord, I pray for the new members that needs to be filling in our church, Lord. You made us fishers of men. Let us cling on to that purpose that you left in our lives, that we need more people in our church. Bring more people to know you and to worship you, Lord. Lord, we have a worship center in BHL, Lord. It is such a blessing. Even when we complain that it's too far to travel, Lord, you made provisions that no child is lost. They have a place to come and worship you, Lord. Bless that center every Sunday when they worship, Lord. Be with them and each member of those families. I pray for those children and those parents who need their children married, who think time is running out. But Lord, in faith, we wait for your time, for your purpose. Prepare our hearts instead, Lord, while we wait for your plans to be executed, Lord. We give our children in your care. Bless their hearts. Help them to know that waiting is for the best, Lord. Those couples who are expecting children, oh Lord, who think that not having a child is the end of the world. But let us understand what you've planned is something way beyond that. Help us to wait upon you, O Lord. I thank you for all your grace and mercy upon this church, upon every member that comes there, Lord. And each Sunday, Lord, when we come into your presence, open our hearts and our minds that we may have a new understanding of your mercy, Lord. We submit all our prayer requests in your name. Bless our homes, bless our children, bless our church, Lord, praising and thanking you for everything. In Jesus' name I pray. Amen. ആമേൻ. കരുണയുള്ള ദൈവമേ, നിന്റെ സന്നിധിയിൽ ജെസ്സി ആൻറ്റി പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാ കാര്യങ്ങളെയും ദൈവകാര്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
പ്രിയ ജിസ്യാൻഡിയുടെ ഭവനത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ മകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചല്ലോ. ഞങ്ങൾ പ്രിയപ്പെട്ട ദാസിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പ്രിയ മകളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ നാളുകളിൽ നിന്റെ മകൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ കാര്യങ്ങളിൽ ദൈവം അവിടുന്ന് ആശ്വാസവും വിടുതലും സമാധാനവും സൗഖ്യവും നീക്കുപോക്കും നൽകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളുടെ ജീവിതത്തിൽ തമ്പുരാൻ പ്രവർത്തിക്കണമേ. കർത്താവ് കുടുദാസിനെയും മകളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ പ്രേയറിൽ ഓർക്കുന്നു. തമ്പുരാൻ അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിച്ച് പരിപാലിച്ചു കൊള്ളണം. അവരുടെ ആവശ്യങ്ങൾ തമ്പുരാൻ നിർവഹിച്ചു കൊടുക്കണം. പ്രാർത്ഥനകളെ ദൈവം കേൾക്കണം. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളെ നീ കേൾക്കണം. മശിഹായുടെ നാമത്തിൽ തന്നെ. വീണ്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഇടവകയുടെ ശുശ്രൂഷകളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ചല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ അനുഗ്രഹകരമായ വിമൻസ് ഫെലോഷിപ്പിന്റെ ഫുഡ് സെയിൽ ലഭിച്ചു. നമുക്ക് എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനും പ്രസൻസും ഉണ്ടായി. വീടുകളിൽ ഭക്ഷണം പാകം ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അത് നമുക്ക് വാങ്ങിക്കൊണ്ടു പോകാൻ ദൈവം ഇടയാക്കി. അതിൽ പങ്കുചേർന്ന് അതിന് ലീഡർഷിപ്പ് കൊടുത്ത് എല്ലാവരെയും പ്രേയറിൽ ഓർക്കാം. വിമൻസ് ഫെലോഷിപ്പിന്റെ ശുശ്രൂഷകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഇടവകയുടെ മറ്റ് ഓക്സിലറീസിനെ പ്രേയറിൽ ഓർക്കാം. യൂത്ത് ലീഗിന്റെയും യങ് കപ്പിൾ ഫെലോഷിപ്പിന്റെയും ലീഡർഷിപ്പിൽ നാളെ റിട്രീറ്റ് പള്ളിയിൽ വെച്ച് നടക്കുന്നു. രാവിലെ ഇൻഡിപെൻഡൻസ് ഡേ ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങും അതിനുശേഷം റിട്രീറ്റും നടത്തപ്പെടുന്നു. അതിന് ലീഡർഷിപ്പ് നൽകുന്ന എല്ലാവരെയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് യങ് കപ്പിൾ മെമ്പേഴ്സിനെയും യൂത്ത് ലീഗ് മെമ്പേഴ്സിനെയും കർത്താവോടുന്ന് എൻകറേജ് ചെയ്ത് കൊണ്ടുവരണമേ. ദൈവത്തോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ലേറ്റി ഫെലോഷിപ്പിന് വേണ്ടിയും കൊയറിന് വേണ്ടിയും സൺഡേ സ്കൂളിന് വേണ്ടിയും ഒക്കെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇടവകയുടെ കമ്മിറ്റിക്കായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കമ്മിറ്റിക്ക് ലീഡർഷിപ്പ് കൊടുക്കുന്നവർ, കമ്മിറ്റിയുടെ ഓഫീസ് ബെയറേഴ്സ് എല്ലാവരെയും പ്രേയറിൽ നമുക്ക് ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇടവകയുടെ സ്പിരിച്വൽ ഡെവലപ്മെന്റിന് വേണ്ടി, സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആത്മീക വർധനവ് നൽകണമേ. പ്രസംഗങ്ങളിലൂടെ, പാട്ടുകളിലൂടെ, ആരാധനകളിലൂടെ, ഇതുപോലെയുള്ള പ്രാർത്ഥനകളിലൂടെ ഇടവക കർത്താവ് ആത്മീകമായി വളരുവാൻ, ദൈവവചനം പഠിപ്പാൻ, പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹവും പ്രാർത്ഥിക്കുന്ന ഒരു സഭയുമായിട്ട് സഭ എല്ലായ്പ്പോഴും നിൽക്കുവാൻ സഹായിക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരസ്പരം കാര്യങ്ങൾ തിരക്കാനും അന്വേഷിക്കുവാനും സ്നേഹത്തിൽ, പരസ്പരമുള്ള സ്നേഹത്തിൽ, ഐക്യതയിലൊക്കെ നിൽപ്പാനും ഇടവകയെ സഹായിക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇടവകയുടെ ഫിനാൻഷ്യൽ ആവശ്യങ്ങളെ പ്രേയറിൽ ഓർക്കാം. ഇടവകയുടെ പ്രൊജക്ട്സുകൾക്കായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം ഇടവകയെ മെഡക് ഡയസിസുമായിട്ടാണല്ലോ നമ്മുടെ ബന്ധം. മെഡക് ഡയസിസിനെയും അതേപോലെ തന്നെ നമുക്ക് മിനിസ്ട്രിയൽ സപ്പോർട്ട് നൽകുന്ന മധ്യകേരള ഡയസിസിനെയും നമുക്ക് പ്രത്യേകമായി പ്രേയറിൽ ഓർക്കാം. നമ്മുടെ ഇടവകയിൽ വിവിധങ്ങളായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ. നമുക്ക് പ്രാർത്ഥനയിൽ അങ്ങനെയുള്ളവരെ ഓർക്കാം. നമ്മുടെ സഭയെ പ്രാർത്ഥനയിൽ ഓർക്കാം. CSA സഭയെ, അതിൻ്റെ മിഷണറി ശുശ്രൂഷകളെ, പ്രത്യേകിച്ച് മിഷണറിമാരെ, മിഷൻ പ്രദേശങ്ങളെ ഒക്കെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ഇന്ത്യയുടെ സുവിശേഷീകരണത്തിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിവിധ സംസ്ഥാനങ്ങളിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ഒത്തിരി പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നേരിടുന്നുണ്ട്. എങ്കിലും അവരെ ദൈവം നടത്തേണ്ടതിനായിട്ടും ദൈവം കൈപിടിച്ച് പരിപാലിക്കേണ്ടതിനായിട്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലോകമെങ്ങും സുവിശേഷം അറിയിക്കുക എന്നുള്ളത് സഭയുടെ ചുമതലയാണല്ലോ. അത് ചെയ്യുവാൻ സഭയുടെ വിശ്വാസികളെ, സുവിശേഷ ശുശ്രൂഷയ്ക്കായിട്ട് കൈത്താങ്ങൽ കൊടുക്കാനായിട്ട് സഭയുടെ വിശ്വാസികളെ ദൈവമേ സഹായിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുദിനം സുവിശേഷ ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ ഒത്തിരി പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. നമ്മുടെ മിഷണറിമാർ ഒത്തിരി പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. തമ്പുരാനെ, തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, പ്രതിസന്ധികളുടെ മുമ്പിൽ ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി നിൽപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതേപോലെ നമ്മുടെ ഇടവകയിൽ ജോലി നഷ്ടമായവരും ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുമായ ആളുകളുണ്ട്. പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ
നാം ഈ ഇടവകയിലെ വിവിധങ്ങളായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ ഭാരങ്ങൾ നാം അറിയുന്നില്ല, എങ്കിലും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മദ്യത്തിനോ മയക്കുമരുന്നിനോ മറ്റ് അഡിക്ഷൻസിലോ ഒക്കെ കഴിയുന്നതായിട്ടുള്ള മനുഷ്യരുടെ വീണ്ടെടുപ്പിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു, നല്ല വീടുകളിൽ താമസിക്കുന്നു. ഭവനങ്ങളില്ലാത്തവര്, സ്വന്തമായി ഭവനങ്ങൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഇടവക അംഗങ്ങളുണ്ട്. പ്രത്യേകമായി നമുക്ക് അങ്ങനെയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. റെന്റൽ ഹൗസസിൽ താമസിക്കുന്ന നമ്മുടെ ഇടവകയിലെ ആളുകൾ, സ്വന്തമായി വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആളുകളെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. അതേപോലെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്നതായിട്ടുള്ള ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം മനുഷ്യർ, വീടുകളില്ലാത്തവർ, ദാരിദ്ര്യാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ, മെന്റലി ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള മനുഷ്യർ, നമുക്കറിയാം. തെരുവുകളിലൊക്കെ അങ്ങനെ യാചകരായി ജീവിക്കുന്ന മനുഷ്യർ, അവരുടെ ജീവിതം, ദൈവമേ, എൻ്റെ കരങ്ങളിലേക്ക് അങ്ങനെയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ. ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് വലിയ ഭാഗ്യമാണ്. എന്നാൽ മറ്റുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥനയിൽ ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇടവയുടെ ഭൗതികമായ ആവശ്യങ്ങൾ പലതുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ ദൈവത്തിന്റെ കൃപ ഉണ്ടാകേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ. എൻ കാരം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമെൻ ഉരച്ചവനൊരു നാളും മറക്കുകയില്ല. എൻ കാരം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമെൻ ഉരച്ചവനൊരു നാളും മറക്കുകയില്ല. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ. എൻ കാരം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമെൻ ഉരച്ചവനൊരു നാളും മറക്കുകയില്ല. ഭക്ഷണ പാനീയമില്ല തലഞ്ഞിടുമ്പോൾ ശക്തിമാന്മാരുടെ നല്ല ഭോജനമേകും. ഭക്ഷണ പാനീയമില്ലാതലഞ്ഞിടുമ്പോൾ ശക്തിമാന്മാരുടെ നല്ല ഭോജനമേകും. തൃക്കൈയൊന്നു തുറക്കുമ്പോൾ സർവജീവജാലങ്ങൾക്കും തൃപ്തി വരുത്തുന്ന പരിപാലകനല്ലോ. തൃക്കൈയൊന്നു തുറക്കുമ്പോൾ സർവജീവജാലങ്ങൾക്കും തൃപ്തി വരുത്തുന്ന പരിപാലകനല്ലോ. വെള്ളത്തിൽ കൂടി നീതെല്ലും നടന്നിടിലും മുക്കുകയില്ല നദി നിന്നെ ഒരു നാളിലും. വെള്ളത്തിൽ കൂടി നീതെല്ലും നടന്നിടിലും മുക്കുകയില്ല നദി നിന്നെ ഒരു നാളിലും. അഗ്നിശോധനയിൽ കൂടി കടക്കേണ്ടി വന്നാലും അല്പം പോലും ഭയം വേണ്ട, ലോകത്തിൽ ദൈവമുണ്ടല്ലോ. അഗ്നിശോധനയിൽ കൂടി കടക്കേണ്ടി വന്നാലും അല്പം പോലും ഭയം നമുക്കീഹത്തിൽ വേണ്ട. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ. എൻ കാരം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമെന്നുരച്ചവൻ ഒരു നാളും മറക്കുകയില്ല.
എൻ കാലം പിടിച്ചനുദീനമാരു ഭൂവിൽ നടത്താമെൻ ഉരച്ചവനൊരു നാളും മറക്കുകയില്ല. ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. നമ്മെ കൈവിടില്ലെന്ന് അരുളി ചെയ്ത കർത്താവ് വെള്ളത്തിൽ കൂടി നടക്കേണ്ടി വന്നാലും വെള്ളം നമ്മെ മുക്കാതെയും അഗ്നിശോധനയിലൂടെ കടക്കേണ്ടി വന്നാലും നമുക്ക് അഗ്നിബാധ ഏൽക്കാതെയും നമ്മെ നടത്തുന്ന ദൈവം, ആ ദൈവം നമ്മോട് കൂടെ ഉണ്ടല്ലോ. പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഈ പ്രാർത്ഥനാ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് അന്നമ്മ ആൻറ്റി പ്രാർത്ഥിക്കും. കേൾക്കാമോ അച്ഛാ? ഗുഡ് മോർണിംഗ് അച്ഛാ, കേൾക്കാമോ? കേൾക്കാം ആൻറ്റി, കേൾക്കാം. ഓക്കെ. സർവശക്തനും നിത്യനുമായ സ്വർഗസ്ഥിതവും ദൈവമേ, കർത്താവേ, ഹൈദരാബാദിന്റെ പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവേ ഞങ്ങൾക്ക് ഒന്നിച്ചായി ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒന്നിച്ചു കൂടുവാൻ തന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടെ നിരുന്നതായ ഓരോ കൃപകൾക്ക് ഞങ്ങൾ നന്ദിയുള്ളവരായി തീരുവാൻ കൊണ്ടും സഹായിക്കണമേ. അപ്പൊ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പലവിധമായ ഭാരങ്ങൾ എല്ലാവരോരുത്തരും ഉണ്ട്. കർത്താവെ, അവരെ നിന്റെ തൃക്കരങ്ങളിൽ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏഴകൾ അറിയുന്നില്ല, അപ്പൊ അവിടുന്ന് കൂടെ ഇരുന്ന് അതിനായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ, സ്തോത്രം. അവിടുന്ന് കർത്താവെ ഞങ്ങളുടെ സഭയെ തൃക്കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, സഭയിലുള്ള ഓരോ കുടുംബത്തെയും പ്രത്യേകം തൃക്കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, വാർദ്ധക്യത്തിന്റെ ക്ഷീണതയിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ വ്യക്തികളെ തൃക്കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിന്റെ ബലത്താൽ നടത്തിക്കൊള്ളുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് വേണ്ടുന്നതായ എല്ലാ ആരോഗ്യങ്ങളും നൽകി അവരെ സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് കൂടെ ഇരുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെയൊക്കെ സൂക്ഷിക്കുന്നവരായ എല്ലാ മക്കളെയും കർത്താവെ അവിടുന്ന് കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പോൾ ഞങ്ങളുടെ അച്ഛനെ തൃക്കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ മുട്ടിന്മേൽ നിൽപ്പാൻ നിന്റെ മാനെ ഉപയോഗിക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. കർത്താവെ, കൊച്ചമ്മയും തൃക്കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, അവിടുന്ന് കൊച്ചമ്മയുടെയും പ്രാർത്ഥനകളെ അവിടുന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദാനമായി കൊടുത്തു പോയി തങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടുത്ത കാര്യങ്ങളിലെല്ലാം നിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പല രക്ഷകളിൽ നിന്നെല്ലാം കർത്താവെ നിന്റെ മക്കളെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബത്തെ മറ്റ് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ബിഷപ്പന്മാർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് നല്ല ഇടയനായി കർത്താവെ കൂടെ ഇരിക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവർ കർത്താവെ ഞങ്ങൾക്കായി ചെയ്യുന്നതായ പ്രാർത്ഥനകൾ കർത്താവെ നിന്റെ നാമം മഹത്തീകരിപ്പാൻ തക്കവണ്ണം അവിടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി അവരെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ ഓരോരുത്തരെയും കർത്താവെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ കർത്താവെ ഭംഗിയോട് നിറവേറ്റുവാൻ തക്കവണ്ണം കർത്താവെ 10 താലന്ത് ലഭിച്ചവരെ പോലെ കർത്താവെ താലന്ത് ലഭിപ്പാൻ അവർക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ അച്ഛന്മാരെ എതിർക്കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, നിന്റെ മക്കൾ ചെയ്യുന്നതായ വേലകളെ അവിടുന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മക്കളോട് അവിടുന്ന് മനസ്സിൽ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ സഭയിലെ ജനങ്ങൾക്ക് വേണ്ടി നിൽപ്പാൻ ഓരോ മക്കളെ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നേ. നാഥാ, സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ മിഷണറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ ചെയ്യുന്നതായ വേലയെ മറ്റും മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലവിധമായ പ്രയാസങ്ങളുണ്ട്. അപ്പൊ കർത്താവെ, അവരുടെ പ്രയാസങ്ങളിലെല്ലാം അവിടുന്ന് നാഥനായി തീരുന്നത് കർത്താവെ അവിടുന്ന് മുന്നേ ഗമിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മിഷണറി ഫീൽഡുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മകൾ ചെയ്യുന്നതായ വേലയിൽ കൂടെ കർത്താവെ അനേകായിരങ്ങൾ നിന്നെ അറിയുന്നവരായി ജീവിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ, സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നേ. നാഥാ, അവിടുന്ന് കൂടെ ഇരിക്കണമേ, വഴി നടത്തിക്കൊള്ളുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നേ. നാഥാ, ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സഭയിലെ ആവശ്യങ്ങളെ എല്ലാ തൃക്കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, അവിടുന്ന് സർവ്വതും അറിയുന്നവനാകിയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് കൃപ ചെയ്യണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദേശത്ത് കർത്താവെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നതിനും സ്തുതിക്കുന്നതിനും അവിടുന്ന് തന്നതായ എല്ലാ കൃപകൾക്കും ഞങ്ങൾക്ക് നന്ദി പറയുന്നു. അപ്പോൾ അവിടുന്ന് കൃപ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കമ്മിറ്റി തൃക്കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ, സത്യസന്ധതയോടുകൂടെ
കർത്താവെ നിന്റെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഈ ജോലികൾ അവിടുന്ന് ചെയ്ത് തീർപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നേ. കർത്താവെ നാളെ ഒരു കൈവിടരുതേ എന്നാ അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ സഭയിലെ ഗായസംഘത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ നാമം മാറ്റിയിരിപ്പാൻ കർത്താവെ നിന്റെ മക്കളെ എടുത്ത് ഉപയോഗിക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഓരോ മക്കൾക്കും അവിടുന്ന് ആവശ്യമായ എല്ലാ കൃപകളും ധാരമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നേ. അവിടുന്ന് കരുണ തോന്നണമേ, മനസ്സിൽ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഏറ്റവും ഭംഗിയായി പാടുവാനും കർത്താവെ നിന്നെ സ്തുതിപ്പാനും അവിടുന്ന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ സ്ത്രീ ജനസംഖ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ മക്കൾക്ക് ചെയ്യുന്നതായ വിലയോടൊന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുത്തോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല നല്ല ആലോചനകൾ നിന്റെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ലേറ്റീവ് ഫെലോഷിപ്പിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ സഭയിലെ പ്രായമുള്ള എല്ലാവരെയും തൃക്കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ പലവിധമായ രോഗങ്ങളാൽ ഓരോ മക്കളും കഷ്ടപ്പെടുന്നു, പ്രയാസപ്പെടുന്നു. കർത്താവെ നിന്റെ മക്കളോട് അവിടുന്ന് മനസ്സലിവ് തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിപൂർണ്ണ സൗഖ്യം നൽകി കർത്താവെ എനിക്ക് വലിയ ചെയ്തുവെന്ന് സാക്ഷികളായി നിൽപ്പാനോടുന്നു. കർത്താവെ കൃപ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരോട് മനസ്സലിവ് തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ കർത്താവെ കപിൽ ഫെലോഷിപ്പിനായി പ്രാർത്ഥിക്കുന്നു. യൂത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ മക്കൾ കർത്താവെ ഒരു മക്കളും തെറ്റിപ്പോകുവാൻ അവിടുന്ന് ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് നിന്റെ മക്കളോട് മനസ്സലിവ് തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ പൈതങ്ങളായി നിന്റെ മക്കൾക്ക് ചുറ്റും കാവലായിരുന്നു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആവശ്യമായ എല്ലാ കൃപകളും ജ്ഞാനമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ മക്കൾക്ക് വിവാഹപ്രായത്തിനായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ തക്കതായ തുണിയെ അവിടുന്ന് കൂട്ടി വരുത്തിക്കൊള്ളുവാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ മക്കൾക്ക് തുണി ആവശ്യമാണല്ലോ അപ്പ അവിടുന്ന് കർത്താവെ നിന്റെ കൃപ അതിന്മേൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നേ. സ്തോത്രം. ഞങ്ങളെ കൊണ്ടൊന്നും കഴിവില്ലപ്പോ അവിടുത്തെ കൃപ ഒന്നും മാത്രമായിരിക്കും കൊണ്ട് സഹായിക്കണമേ. സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവെ പൈതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ചെറിയ പൈതങ്ങള് കർത്താവെ കുടുംബജീവിതത്തിന്റെ കർത്താവെ പൈതങ്ങളെ ആവശ്യമാണല്ലോ അപ്പ അവിടുന്ന് ഓരോ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ അവരോട് മനസ്സിലും തോന്നണമേ. കർത്താവെ അവരുടെ ആവശ്യങ്ങളെ അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നേ. അവരോട് കൂടെ ഇരുന്ന ഓരോ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവിടുന്ന് ഞങ്ങളുടെ സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇതിന്റെ ചെറിയ വേദങ്ങൾ കർത്താവെ ചെറുപ്രായത്തിൽ തന്നെ സിസ്റ്റാവിനെ കണ്ടെത്തുവാൻ അവിടുന്ന് കർത്താവെ സിസ്റ്റാവിനെ മനസ്സിലാക്കുവാൻ അവിടുന്ന് അവർക്ക് ബുദ്ധിയും ശക്തിയും ജ്ഞാനവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരെ പഠിപ്പിക്കുന്നതായ ടീച്ചേഴ്സുമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ മക്കളെ കർത്താവെ ദിവ്യജ്ഞാനത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നേ. സ്തോത്രം. കർത്താവെ ഞങ്ങളുടെ സഭയുടെ വളർച്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പള്ളിയുടെ സൈഡിലായിട്ടുള്ള സ്ഥലം ഞങ്ങൾ വാങ്ങിക്കാനായി ആഗ്രഹിക്കുന്നു. അപ്പ അവിടുന്ന് അതിന്മേൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നേ. കർത്താവെ തടസ്സങ്ങളെല്ലാം അവിടുന്ന് മാറ്റിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തടസ്സങ്ങളെല്ലാം മാറ്റി ഞങ്ങൾക്ക് നല്ലൊരു ചർച്ച പണിയാൻ അവിടുന്ന് സഹായിച്ചതിനാൽ നന്ദിയോട് സ്തോത്രം. അവിടുന്ന് കർത്താവെ അതിന്മേൽ പ്രവർത്തിക്കുന്നവനാകയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഏഴകൾ കർത്താവെ ഓരോരുത്തരും നിന്റെ തൃപ്പാദത്തിൽ അർപ്പിക്കുന്നു. അപ്പാ ഞങ്ങളുടെ പ്രാർത്ഥന ഇവിടുന്ന് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നേ. അതിന്റെ പേപ്പറുകളെല്ലാം ശരിയാക്കി കിട്ടുവാനും കർത്താവെ ഞങ്ങൾക്കത് ഉപയോഗപ്രദമാക്കി തീർക്കുവാനും അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദുഷ്ടന്റെ കൈ അതിന്മേൽ പതിയുവാൻ ഇടയാക്കണമേ. അപ്പാ അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നേ. അവിടുത്തെ അനുഗ്രഹം ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അയൽവാദ ദേശത്ത് കർത്താവെ ഉയർന്നു നിൽപ്പാൻ അവിടുന്ന് ഗുണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഏഴകളെ കണ്ട് കർത്താവെ അനേകായിരങ്ങൾ കർത്താവിനും സ്വീകരിപ്പാനും കർത്താവിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും അവിടുന്ന് കൃപ നൽകുവാനാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം കർത്താവെ ഉയർത്തപ്പെടുവാൻ കൊണ്ട് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ചർച്ചിനായി ഡയോസിസിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾക്ക്
കർത്താവെ ആലോചനകളെ നൽകുന്നതാകയാൽ നന്ദിയോട് സ്തോത്രം. കർത്താവെ അവർ ഞങ്ങളെ നിയന്ത്രിക്കുന്നതിനും കർത്താവെ അവിടുന്ന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾക്ക് അനുകൂലമായി കർത്താവെ നിന്റെ മക്കൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനായി അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങളുടെ മധ്യ കേരള മഹായിടവയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ തിരുമുൻപിൽ ആരാധിപ്പാനും കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും നിന്റെ മക്കളെ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നേന്നത്. കർത്താവെ ജോലി സംബന്ധമായും കഷ്ടപ്പെടുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിധമായ ആവശ്യങ്ങൾ കർത്താവെ അവരുടെ മേലുണ്ട്. കർത്താവെ ജോലി നഷ്ടപ്പെട്ടവരായിട്ടുമുണ്ട്. കർത്താവെ ഓരോരുത്തരുടെ ആവശ്യങ്ങളെ അവിടുന്ന് അറിയുക. നന്ദിയോട് സ്തോത്രം. അപ്പൊ അവിടുത്തെ കൃപ കൊണ്ട് മാത്രമായിരിക്കും എന്തൊക്കെ കൊണ്ട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് അറിയാതെ ഒരു തലമുടി പോലും വഴിയില്ല എന്ന് അവിടുന്ന് വാഗ്ദത്തം ചെയ്തിട്ടുള്ളവരാകിയാൽ നന്ദിയോട് സ്തോത്രം. കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ നന്ദിയോട് സ്തോത്രം. കർത്താവെ ഓരോ മക്കൾക്ക് വേണ്ടി അവിടുന്ന് അവരുടെ വാതിലുകൾ തുറന്നു നൽകുമാറാണമേ. അപ്പാ അവിടുത്തെ കൃപ നിന്റെ മക്കളുടെ ഓരോരുത്തരുടെ മേൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഏഴുകളുടെ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ അവിടുന്ന് ക്ഷമിക്കണമേ. അപ്പാ കർത്താവെ അവരോട് മനസ്സലിവ് തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം കർത്താവെ വൃതാവായി പോകുവാൻ ഒരു നാളും ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്നെ മറന്ന് കർത്താവെ ജീവിപ്പാൻ ഒരു മക്കളെ അവിടുന്ന് ഉപയോഗിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുത്തെ നിന്റെ മക്കളായി കർത്താവെ അവിടുന്ന് ജീവിക്കുവാൻ അവിടുന്ന് ഓരോ മക്കളെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചോദിച്ചതായ എല്ലാ ആവശ്യങ്ങളെയും അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ ഞങ്ങളുടെ രോഗികളായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരുടെ രോഗക്കിടക്കയെ മാറ്റി വിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഭയിൽ വന്ന് യഹോവ എനിക്ക് സൗഖ്യം തന്നുവെന്ന് സാക്ഷീകരിപ്പാൻ കൊണ്ടുവരുന്ന ഓരോ മക്കളെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നാഥനായിരുന്നവരുടെ രോഗങ്ങൾക്ക് കർത്താവെ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിധമായ ആവശ്യങ്ങളുണ്ട്. കർത്താവെ എല്ലാം ഞങ്ങൾക്ക് മുൻപേ അവിടുന്ന് അറിയുന്നവനാകിയാൽ നന്ദിയോട് സ്തോത്രം. കർത്താവെ അവിടുന്ന് ആരെയെങ്കിലും ഓർത്ത് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പാ പ്രകൃതിക്ഷോഭത്താൽ കർത്താവെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒരുപാടുകളും അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് അറിയാതെ ഒന്നും നടപ്പില്ലപ്പാ. ലോകം അവിടുത്തെ ആയിരിക്കുന്നുവല്ലോ. അവിടുന്ന് കർത്താവെ നിന്റെ മക്കളെ അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനം നിന്റേതാണപ്പാ. കർത്താവെ അവിടുത്തെ കൃപ നിന്റെ മക്കളുടെ ഓരോരുത്തരുടെ മേൽ അവിടുന്ന് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വതും അവിടുത്തെ കൃപയാൽ വഴി നടത്തിക്കൊള്ളുമാറാകണമേ. ചോദിച്ചാലും പരനന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, കൃപകളാൽ നിറയ്ക്കണമേ. പരിചയം നാളെ നടക്കാൻ പോകുന്ന യൂത്തിന്റെ കർത്താവെ റിട്രീറ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ പൈതങ്ങൾക്ക് എത്രയും അനുഗ്രഹപ്രദമാക്കി തീർക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ പൈതങ്ങൾ ഓരോരുത്തരും അതിൽ കർത്താവെ പങ്കാളികളാകുവാനും കർത്താവെ അവരെ അവിടുത്തെ കൃപ നിന്റെ മക്കളുടെ മേൽ ചൊരിഞ്ഞു കർത്താവെ നിന്റെ നാമത്തിൽ അവരൊന്ന് എഴുന്നേറ്റ് നിൽപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തന്നിരിക്കുന്നതായ എല്ലാ കൃപകൾക്കും അവിടുന്ന് കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പൊ അവിടുന്ന് കൂടെ ഇരിക്കണമേ, വഴി നടത്തിക്കൊള്ളുമാറാണമേ. ചോദിച്ചാലും പരനന്മകളാൽ നിറയ്ക്കണമേ, അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വേണ്ടി യേശു ക്രിസ്തു നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന കരുണയോട് കേട്ട് തിരുമള്ളണമേ. ആമേൻ. ആമേൻ. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, പ്രിയപ്പെട്ട അന്നമ്മ ആന്റി ഈ പ്രാർത്ഥനാ കാര്യങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിച്ചല്ലോ. പ്രിയദാസിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകളുടെ ജീവിതത്തിലും ഭവനത്തിലും വിടുതലും ആശ്വാസവും സൗഖ്യവും ദൈവോടൊന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന മകളുടെ ആവശ്യങ്ങളോട് കൂടെ ഇരുന്ന് വഴി നടത്തണമേ. സൗഖ്യവും സമാധാനവും എല്ലാവർക്കും നൽകണമേ. ഞങ്ങൾ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ കൈ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണമേ. ഇന്ന് കർത്താവെ ഞങ്ങൾ ദൈവസന്നിധിയിൽ അപേക്ഷിച്ച കർത്താവിധങ്ങളായ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരുണയും കൃപയും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യമുള്ളവരായി, സുഖവും ബലവും ഉള്ളവരായി, പഠനത്തിൽ മിടുക്കരായി, ജോലിയിൽ മിടുക്കരായി ഒക്കെ ജീവിപ്പാനായിട്ട് ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അല്പനേരം വചനം കേൾപ്പാനായിട്ടൊക്കെ ഒരുങ്ങുകയാണ്. വചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുക, ഇടപെടുകയും ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ഇപ്പോൾ നമുക്ക് വേദഭാഗം വായിച്ച് കേൾക്കാം. സാലി ആൻറ്റി വേദഭാഗം വായിക്കും. എക്സഡസിന്റെ പുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 1 തുടങ്ങി 9 വരെയുള്ള വാക്യങ്ങൾ.
സാലിയാൻ കേൾക്കാം. The reading for today is taken from Exodus chapter 25, 1 to 9. പുറപ്പാട് പുസ്തകം 25, 1 തൊട്ട് 9 വരെ. യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരാൻ ഇസ്രായേൽ മക്കളോട് പറക. നല്ല മനസ്സോട് തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. അവരോട് വാങ്ങേണ്ടുന്ന വഴിപാടോ പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പഞ്ഞിനൂൽ, കോലാട്ടുരോമം, ചുവപ്പിച്ച ആട്ടുകൊറ്റന്തോൽ, തഹശുതോൽ, ഖദീരമരം, വിളക്കിന് എണ്ണ, അഭിലാഷ തൈലത്തിനും പരിമള ധൂപത്തിനും സുഗന്ധവർഗം, എഫോദിനും പതക്കത്തിനും പതിപ്പാൻ ഗോമേദക കല്ല്, രത്നങ്ങൾ എന്നിവ തന്നെ. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവരെനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം. പാഠം അവസാനിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാം. സ്നേഹാനായ ദൈവമേ, വായിച്ച വചനത്തിനായിട്ട് സ്തോത്രം. വായിച്ച പ്രിയപ്പെട്ട സാലിയാൻറ്റിക്കായിട്ടും ദൈവത്തിന് സ്തോത്രം. ഞങ്ങള് ദൈവവചനം കേൾപ്പാനായിട്ട് അല്പനേരം ഇരിക്കുന്നു. നീ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് അത്ര പരിചിതമായ ഒരു വേദഭാഗം ആയിരിക്കണമെന്നില്ല. ഈ വേദഭാഗം നമ്മൾ സാധാരണയായി കാര്യമായിട്ട് വായിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന ഒരു ഭാഗമല്ല ഈ അധ്യായങ്ങളൊന്നും തന്നെ, പ്രത്യേകിച്ച്. എന്നിരുന്നാൽ പോലും വേദഭാഗത്തിൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മേക്ക് റൂം ഫോർ ഗോഡ്സ് പ്രസൻസ് എന്ന ടോപ്പിക്കാണ്. മേക്ക് റൂം ഫോർ ഗോഡ്സ് പ്രസൻസ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി ഭവനങ്ങൾ ഉണ്ടാക്കുക. മേക്ക് റൂം ഫോർ ഗോഡ്സ് പ്രസൻസ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി ഇടങ്ങൾ, ഭവനങ്ങൾ, സ്ഥലങ്ങൾ ഉണ്ടാക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ വേദഭാഗം പഠിക്കുമ്പോൾ ഈ വേദഭാഗത്തിലുടനീളം നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് 25-ാം അധ്യായം മുതൽ 27-ാം അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ, ഈവൻ 28-ഉം ഒക്കെ തന്നെ വായിക്കുമ്പോൾ നാം കാണുന്നത് സമാഗമന കൂടാരത്തെക്കുറിച്ചാണ്. ടേബർനാക്കിൾ, സമാഗമന കൂടാരം. അപ്പൊ ഇന്ന് അല്പമായി ഞാൻ പ്രസംഗിക്കാനായിട്ട് പോകുന്നത് സമാഗമന കൂടാരത്തെക്കുറിച്ചാണ്. സമാഗമന കൂടാരം. ദൈവത്തിന് മഹത്വം. ഒരു വാക്യം നിങ്ങളുടെ അറിവിലേക്കായിട്ട് നിങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചാൽ നല്ലതായിരുന്നു. വായിച്ച വേദഭാഗത്തു നിന്ന് തന്നെ 25-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം, വേഴ്സ് 8 വായിക്കാമോ? ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 8-ാമത്തെ വാക്യം, then have them make a sanctuary for me and I will dwell among them. Then have them make sanctuary for me, then I will dwell among them. സമാഗമന കൂടാരത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ദി ഹൗസ് ഓഫ് ടേബർനാക്കിൾ. ടേബർനാക്കിൾ എന്ന വാക്കിന്റെ അർത്ഥം മീറ്റിംഗ് പ്ലേസ് എന്നാണ്. മീറ്റിംഗ് പ്ലേസ്. ടേബർനാക്കിൾ എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്ത സമയത്ത് ഇസ്രായേൽ മക്കളുടെ നടുവിൽ ദൈവം വസിക്കുന്നതിനായി ദൈവം ആവശ്യപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്, ഒരിടമാണ് ടേബർനാക്കിൾ, അല്ലെങ്കിൽ സമാഗമന കൂടാരം. സമാഗമനം എന്ന വാക്കിന്റെ അർത്ഥം മീറ്റിംഗ് പ്ലേസ്. യഹോവയായ ദൈവം തൻ്റെ മക്കളെ കാണുവാൻ തിരഞ്ഞെടുത്തൊരു സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. ദൈവത്തിന് സ്തോത്രം. ഈ അധ്യായത്തില് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേറൊരു വേദഭാഗം കൂടെ വായിക്കണം. അത് ഞാൻ പറയുന്ന വേദഭാഗങ്ങൾ നിങ്ങൾ എടുത്തു വെച്ചാൽ സൗകര്യ. എക്സഡസ് ചാപ്റ്റർ 40, പുറപ്പാട് പുസ്തകത്തിൻ്റെ 40-ാമത്തെ അധ്യായം. 40-ാമത്തെ അധ്യായത്തിൽ എല്ലാ വാക്യങ്ങളും വായിക്കാൻ നമുക്ക് സമയമില്ല, എങ്കിലും ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അത്
സമാഗമന കൂടാരത്തെക്കുറിച്ച് പറയുന്ന വേദഭാഗം 17, 18, 19 ഒരാൾ വായിക്കുക. 20, 21, 22 വേറൊരാൾ വായിക്കുക. 17, 18, 19 ഒരാള്, 20, 21, 22. ചാപ്റ്റർ 40 എക്സഡസ്, പുറപ്പാട്. ഇങ്ങനെ ഇങ്ങനെ വന്ന സംവത്സരം 1-ാം മാസം 1-ാം തീയതി തിരുനിവാസം നിവർത്തു. മോശ തിരുനിവാസം നിവർക്കുകയും അതിന്റെ ചുവട് ഉറപ്പിക്കുകയും പലക നിർത്തുകയും അന്താഴം ചെലുത്തുകയും തൂൺ നാട്ടുകയും ചെയ്തു. അവൻ മൂടിവിരി തിരുനിവാസത്തിന്മേൽ വെച്ച് അതിന്മീതെ മൂടിവിരിയുടെ പുറമൂടിയും വിരിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ സാക്ഷ്യം എടുത്ത് പെട്ടകത്തിൽ വെച്ചു. പെട്ടകത്തിന് 2 ചെലുത്തി പെട്ടകത്തിന് മീതെ കൃപാസനം വെച്ചു. അടുത്ത 21, 22, 23 വേറൊരാൾ വായിക്കും. പെട്ടകം തിരുനിവാസത്തിൽ കൊണ്ടുവന്നു. മറയുടെ തിരശ്ശീല തൂക്കി സാക്ഷ്യപ്പെട്ടകം മറച്ച് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ സമാഗമന കൂടാരത്തിൽ തിരുനിവാസത്തിന്റെ വടക്കുവശത്തെ തിരശ്ശീലയ്ക്ക് പുറത്തായി മേശ വെച്ചു. അതിന്മേൽ യഹോവയുടെ സന്നിധിയിൽ അപ്പം അടുക്കി വെച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. അതെ. അടുത്തത് വേറൊരാള് 24, 25, 26. മേശയ്ക്ക് നേരെ തിരുനിവാസത്തിന്റെ തെക്കുവശത്ത് നിലവിളക്ക് വയ്ക്കുകയും യഹോവയുടെ സന്നിധിയിൽ ദീപം കൊളുത്തുകയും ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ സമാഗമന കൂടാരത്തിന്റെ തിരശ്ശീലയുടെ മുൻവശത്ത് പൊന്നുകൊണ്ടുള്ള ധൂപപീഠം വെക്കുകയും അതിന്മേൽ സുഗന്ധ ധൂപവർഗം ധൂപിക്കുകയും ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. അടുത്തത് 28, 29, 30. അവൻ തിരുനിവാസത്തിന്റെ വാതിലിനുള്ള മറശ്ശീല തൂക്കി ഹോമയാഗപീഠം സമാഗമന കൂടാരം എന്ന തിരുനിവാസത്തിന്റെ വാതിലിനു മുൻവശത്ത് വെക്കുകയും അതിന്മേൽ ഹോമയാഗവും ഭോജനയാഗവും അർപ്പിക്കുകയും ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും നടുവിൽ അവൻ തൊട്ടിവെക്കുകയും കഴുകേണ്ടതിനു അതിൽ വെള്ളം ഒഴിക്കുകയും ചെയ്തു. അടുത്തത് 31, 32, 33 വേറെ 31, 32, 33. മോശയും അഹരോനും അവന്റെ പുത്രന്മാരും അതിൽ കൈയും കാലും കഴുകി. അവർ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോഴും യാഗപീഠത്തിങ്കൽ ചെല്ലുമ്പോഴും കൈകാലുകൾ കഴുകും. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. അവൻ തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റും പ്രകാരം നിർത്തി പ്രകാരവാതിലിന്റെ മറശ്ശീല തൂക്കി. ഇങ്ങനെ മോശ പ്രവൃത്തി സമാപിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ സമാഗമന കൂടാരം എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള ഒരു വിശദീകരണമാണ് അവിടെ കാണുന്നത്. നമ്മൾ എക്സഡസിന്റെ പുസ്തകം നമ്മൾ ആദ്യം വായിച്ച വേദഭാഗത്തില്ലാത്തൊരു വിശദീകരണമാണ് അതിന്റെ അവസാന ഭാഗത്ത് 40-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് വീണ്ടും വായിച്ച വേദഭാഗത്തേക്ക് മടങ്ങി വരാം. എക്സഡസ് ചാപ്റ്റർ 25, 25-ാമത്തെ അധ്യായത്തിലേക്ക്. ദൈവത്തിന് സ്തോത്രം. യഹോവയായ ദൈവം തൻ്റെ മക്കളോടുകൂടെ വസിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലം പറയുകയാണ്. അതിന് യഹോവയായ ദൈവം പറഞ്ഞ പേര് സമാഗമന കൂടാരം, അല്ലെങ്കിൽ ടേബർനാക്കിൾ, അല്ലെങ്കിൽ മീറ്റിംഗ് പ്ലേസ്, ദ ടെന്റ് ഓഫ് മീറ്റിംഗ്. അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് ആ വായിച്ച 2 വേദഭാഗങ്ങളിലും കാണാനായിട്ട് കഴിയും. ഇതിനെ 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. 3 പ്രത്യേക ഭാഗമായി. നമ്മുടെ പള്ളികളൊക്കെ പണിയുമ്പോൾ ഈ 3 ഭാഗങ്ങളുണ്ട്. 3 ഭാഗങ്ങൾ ആയിട്ടാണ് നമ്മുടെ പള്ളികളൊക്കെ പണിയുന്നത്. മോശ പണിത സമാഗമന കൂടാരത്തിന്റെ ആദ്യത്തെ ഭാഗത്തെ ഔട്ടർ കോർട്ട് എന്നാണ് പറയുന്നത്. ഔട്ടർ കോർട്ട്, അല്ലെങ്കിൽ മലയാളത്തിൽ പ്രാകാരം, ഔട്ടർ കോർട്ട്, പ്രാകാരം എന്നാണ് ആദ്യത്തെ ഭാഗം.
27 അധ്യായം വായിക്കാൻ സമയമില്ല, അതുകൊണ്ട് വായിപ്പിക്കുന്നില്ല. 27 അധ്യായം 9 തുടങ്ങി 19 വരെയുള്ള വേദഭാഗത്ത് ഈ പ്രാകാരത്തിലുള്ള സാധനങ്ങൾ എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. പ്രാകാരത്തിൽ, അതായത് ഔട്ടർ കോർട്ടിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട്, എന്തെല്ലാം സാധനങ്ങൾ അവിടെ വേണം എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഒരു ലിനൻ കർട്ടൻ ഉണ്ട്. അതേപോലെ മറ്റൊരു കാര്യം കാണുന്നത്, അവിടെ വേറൊരു കാര്യം നമ്മൾ കാണുന്നത് പില്ലറുകളാണ്, തൂണുകൾ, വിവിധ തരത്തിലുള്ള തൂണുകൾ. അത് നമുക്ക് അവിടെ കാണാൻ കഴിയും പ്രാകാരത്തിൽ. അതുപോലെ തന്നെ മറ്റൊന്നുള്ളത് ബ്രോൺസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ബേസിനാണ്. ബേസിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവാലയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എന്താ പറയാ, കൈകളും കാലുകളും ഒക്കെ വൃത്തിയാക്കുന്നതിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് ഈ ബേസിൻ എന്ന് പറയുന്നത്, ബ്രോൺസ് ബേസിൻ. സോ അവിടെയാണ് അവര് കൈകാലുകൾ കഴുകുന്നത്. വേഗത്തിലൊന്ന് വായിക്കാമോ? 30-ാം അധ്യായം, എക്സഡസിൽ തന്നെ 30-ാം അധ്യായം 17 മുതൽ 21 വരെ ബ്രോൺസ് ബേസിനെ പറ്റി നമുക്ക് അവിടെ വായിക്കാൻ പറ്റും. 30, 17, 21 വേഗത്തിൽ. പിന്നെ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, കഴുകേണ്ടതിന് ഒരു താമ്ര തൊട്ടിയും അതിന് ഒരു താമ്രക്കാലും ഉണ്ടാക്കണം. അതിന് സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും മധ്യേ വെച്ച് അതിൽ വെള്ളം ഒഴിക്കണം. അതിങ്കൽ അഹരോനും അവന്റെ പുത്രന്മാരും കൈയും കാലും കഴുകണം. അവർ സമാഗമന കൂടാരത്തിൽ കടക്കുകയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിങ്കൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകണം. അവർ മരിക്കാതിരിക്കേണ്ടതിന് കൈയും കാലും കഴുകണം. അത് അവർക്ക് തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. ദൈവാലയത്തിൽ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശുദ്ധി, അല്ലെ? വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കണം. കാരണം ദൈവം വിശുദ്ധനാണ്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിക്കണം. അപ്പോൾ വിശുദ്ധിയോടെ ദൈവാലയത്തിൽ കയറുന്നതിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഈ ബ്രോൺസ് ബേസ്. ദൈവത്തിന് സ്തോത്രം. അതാണ് നമ്മൾ 30-ാം അധ്യായം 17 തുടങ്ങി 21 വരെയുള്ള വേദഭാഗത്ത് കാണുന്നത്. അപ്പോൾ ഔട്ടർ കോർട്ടില് അഥവാ പ്രാകാരത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു പാത്രം എന്ന് പറയുന്നത് ബ്രോൺസ് ബേസിനാണ്. അത് ബ്രോൺസ് കൊണ്ടുണ്ടാക്കിയ ഒരു ബേസിൻ. അവിടെ പുരോഹിതന്മാർ കൈകാലുകളെ കഴുകി വെള്ളം കൊണ്ട് തങ്ങളെ ശുദ്ധീകരിച്ചതിന് ശേഷമേ ദൈവാലയത്തിലേക്ക് കടക്കാവൂ. അപ്പോൾ പള്ളിയിൽ വരുമ്പോൾ, ദൈവാലയത്തിൽ വരുമ്പോൾ നമുക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വിശുദ്ധിയാണ്. വിശുദ്ധിയോടെ തങ്ങളുടെ ശരീരത്തെ വിശുദ്ധീകരിച്ച് തങ്ങളുടെ ശരീരത്തെ വെടിപ്പാക്കി ദൈവാലയത്തിലേക്ക് കയറണമെന്ന് വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ പ്രാകാരത്തിൽ തന്നെയുള്ള രണ്ടാമത്തെ കാര്യം ബ്രോൺസ് കൊണ്ടുണ്ടാക്കിയ ഒരു ഓൾട്ടറാണ്. വായിക്കാം. 27-ാം അധ്യായം 1 തുടങ്ങി 8 വരെ. എല്ലാം വായിക്കാൻ നമുക്ക് സമയമില്ല, എങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ചിലത് വരണമല്ലോ, അതുകൊണ്ടാണ് അത് വായിപ്പിക്കുന്നത്. 27-ാം അധ്യായം 1 തുടങ്ങി 8 വരെയുള്ള വേദഭാഗങ്ങൾ. അതിൽ എല്ലാം വായിക്കാൻ നമുക്ക് പറ്റുമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്താട്ടെ. ആദ്യം 3 വാക്യം ഒരാൾ, 27-ന്റെ 1 മുതൽ 3 വരെ. അത് കഴിഞ്ഞ് 4, 5, 6 വേറൊരാൾ, 7, 8 വേറൊരാൾ. വായിച്ചാട്ടെ. 5 മുഴ നീളവും 5 മുഴം വീതിയുമായി ഖദിരമരം കൊണ്ട് യാഗപീഠം ഉണ്ടാക്കണം. നമ്മൾ കണ്ടത് ബേസിൻ ഉണ്ടാക്കിയത് ബ്രോൺസ് കൊണ്ടാണ്. ബ്രോൺസ് കൊണ്ടുള്ള ബേസിൻ. എന്നാൽ ഓൾട്ടറിന്റെ കാര്യം വരുമ്പോൾ, ഓൾട്ടറിന്റെ കാര്യത്തിൽ പറയുകയാണ് സെഡാർ, അല്ലെ? സെഡാർ ആണ് എൻ്റെ ഓർമ്മ. അക്കേഷ്യ വുഡ്. ഓൾട്ടർ ഓഫ് അക്കേഷ്യ വുഡ്. അക്കേഷ്യ കൊണ്ടൊരു ഉണ്ടാക്കണം. ഖദിരമരം. വായിച്ചാട്ടെ ഇനി ബാക്കി. യാഗപീഠം സമചതുരവും 3 മുഴം ഉയരവും യാഗപീഠത്തിന്റെ അളവ് പറയാം. സമചതുരം 3 മുഴം ഉയരം. അടുത്തത്, അതിന്റെ 4 കോണിലും കൊമ്പ് ഉണ്ടാകണം. കൊമ്പ് അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. അത് താമ്രം കൊണ്ട് പൊതിയണം. അത് ബ്രോൺസ് കൊണ്ട് പൊതിയണം കൊമ്പ്. അതിലെ വെണ്ണീർ എടുക്കേണ്ടതിന് ഇത് എന്തിനാണ്? ഇത് സാക്രിഫൈസ് ചെയ്യാനാണ്. അതായത് മൃഗങ്ങളെ കൊണ്ടുവന്ന് യാഗം കഴിക്കാനായിട്ടുള്ള ഒരു സ്ഥലം ആയതുകൊണ്ട് ഇത് യാഗം കഴിക്കുമ്പോൾ തീയിട്ട് കൂട്ടി കത്തിക്കുമ്പോൾ ഇത് ചാരം വരും. അപ്പൊ ചാരം എടുക്കാൻ, വാരി എടുക്കാൻ എന്ത് വേണം? വായിച്ചു. ചട്ടികളും അതിന്റെ ചട്ടുകങ്ങളും കിണ്ണങ്ങളും മുൾക്കൊളുത്തുകൾ എന്തിനാണ്? ചിലപ്പോൾ യാഗം കഴിച്ച് കഴിഞ്ഞാലും ഈ യാഗവസ്തുവായ ആനിമൽ കത്തി തീരണമെന്നില്ല.
ഒരു ബുള്ളിനെ കൊണ്ടുവന്ന് ബുള്ളിനെ മുറിച്ച് യാഗപീഠത്തിൽ വെച്ച് അത് കത്തിച്ചു. പക്ഷേ ചിലപ്പോൾ ആ യാഗവസ്തു കത്തിത്തീരണമെന്നില്ല, ചിലപ്പോൾ അതിൻ്റെ എല്ലുകളൊക്കെ അവശേഷിക്കും. അപ്പോൾ അതുകൊണ്ട് കൊളുത്തുകൾ അത് കൊളുത്തിയെടുക്കാൻ വേണ്ടി. അടുത്തത് ഈ കലശങ്ങളും തീ ഉണ്ടാക്കണം. കലശങ്ങൾ എന്തിനാണ്? തീ കൊണ്ടുവരാൻ വേണ്ടി. അവിടെ ഇട്ട് കത്തിക്കുകയല്ല, തീ ഒരു ചെറിയൊരു വട്ടപാത്രത്തിലോ അല്ലെ കലശത്തിൽ ഒരു പാത്രത്തിൽ കൊണ്ടുവരണം. അതിനാണ് തീ കലശങ്ങൾ. അടുത്തത് അതിന്റെ ഉപകരണങ്ങളൊക്കെയും താമ്രം കൊണ്ട് ഉണ്ടാക്കണം. വേറൊരാൾ അടുത്ത ഭാഗം 4, 5, 6 വായിച്ചാട്ടെ. അതിന് താമ്രം കൊണ്ട് വലപ്പണിയായി ഒരു ജാലകം ഉണ്ടാക്കണം. ജാലകത്തിന്മേൽ 4 കോണിലും 4 താമ്രവളയം ഉണ്ടാക്കണം. ജാലം യാഗപീഠത്തിന്റെ പകുതിയോളം എത്തും വണ്ണം താഴെ യാഗപീഠത്തിന്റെ ചുറ്റുപടിക്ക് കീഴായി വയ്ക്കണം. നമ്മൾ കാണുകയാണ് ജാലകളും ഉണ്ടാകും. ജാലത്തിന്മേൽ അല്ലെ, താമ്രം കൊണ്ട് വലപ്പണിയായ ഒരു ജാലവും ഉണ്ടാക്കണം. 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന അതാണ്, ജാലം ഉണ്ടാക്കണം. മേക്ക് എ ഗ്രേറ്റിംഗ് ഫോർ ഇറ്റ്, എ ബ്രോൺസ് നെറ്റ്വർക്ക്, ആൻഡ് മേക്ക് എ ബ്രോൺസ് റിംഗ് അറ്റ് ഈച്ച് ഓഫ് ദ 4 കോർണേഴ്സ് ഓഫ് ദ നെറ്റ്വർക്ക്. Put it under the ledge of the altar so that it halfway up the altar. So ഒരു ജാലം ഉണ്ടാക്കണം. എന്തിനാ? ഈ മൃഗം മേളിൽ വെക്കാൻ വേണ്ടി. നമുക്ക് ഇതൊക്കെ നമുക്ക് ഈ നിങ്ങളുടെയൊക്കെ വീടുകളിൽ അവനുണ്ടല്ലോ, അവനിനകത്ത് വെക്കുന്ന ഒരു സാധാരണ ഒരു സ്റ്റീലിൻ്റെയോ ഒക്കെ കൊണ്ടുള്ള ഒരു വട്ടത്തിലുള്ളൊരു പാത്രം കാണും. അപ്പം അതിൻ്റെ മേളിൽ നമ്മൾ ഇത് വെക്കാൻ വേണ്ടി ഈ ബാർബിക്യൂ ഒക്കെ ചെയ്യുമ്പോൾ വയ്ക്കുന്ന വട്ടത്തിലും പരന്ന രീതിയിലും, സ്ക്വയർ ടൈപ്പിലും ഒക്കെ ഉള്ള അതിനെയാണ് നെറ്റ്വർക്ക്. അതിന്റെ മേളിലാണ് ഈ മൃഗത്തെ വെക്കേണ്ടത്. വായിച്ചു 6-ാമത്തെ. യാഗപീഠത്തിനു കതിരമ്പരം കൊണ്ടു തണ്ടുകൾ ഉണ്ടാക്കി താമ്രം കൊണ്ട് പൊതിയണം. തണ്ടുകൾ വളയത്തിൽ ഇടണം. യാഗപീഠം ചുമക്കുമ്പോൾ തണ്ടുകൾ അതിന്റെ 2 ഭാഗത്തും ഉണ്ടായിരിക്കണം. മതി. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ബ്രോൺസ് ഓൾട്ടർ. അപ്പം നമ്മൾ എന്തൊക്കെ കണ്ടു? ഔട്ടർ കോർട്ടില് ബ്രോൺസ് കൊണ്ടുള്ള ബേസിൻ വൃത്തിയാക്കാൻ, ബ്രോൺസ് കൊണ്ടുള്ള ഓൾട്ടർ. അതെന്തിനാണ്? ബ്രോൺസ് കൊണ്ട് ഉള്ള ഓൾട്ടർ എന്താന്ന് ചോദിച്ചാൽ സാക്രിഫൈസസ് ചെയ്യാൻ വേണ്ടി, യാഗം കഴിക്കാൻ വേണ്ടി. ഇപ്പൊ പള്ളി വരുമ്പോൾ ഒന്ന് വൃത്തി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ക്ലെൻസിങ് ആയിരിക്കണം, ക്ലീൻ ബോഡി ആൻഡ് മൈൻഡ് ആൻഡ് സോൾ. 2 സാക്രിഫൈസ് നടക്കണം. എന്താ സാക്രിഫൈസ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം സാക്രിഫൈസ് എന്ന് വെച്ചാൽ പ്രേയേഴ്സ് ആണ്. പ്രേയേഴ്സിനെയാണ് നമ്മൾ സാക്രിഫൈസ് എന്ന്. പഴയ നിയമകാലത്ത് സാക്രിഫൈസ് എന്ന് വെച്ചാൽ മൃഗങ്ങളാണ്. എന്നാൽ ഈ പുതിയ നിയമകാലത്ത് നമ്മുടെ വിശ്വാസ സമൂഹത്തിന്റെ ഇടയിൽ സാക്രിഫൈസ് എന്ന് വെച്ചാൽ പ്രേയേഴ്സ് ആണ്. സാക്രിഫൈസ് ഓഫ് ഷൗട്ട് ആൻഡ് ജോയ് എന്നാണ് നമ്മൾ പറയാറ്. സാക്രിഫൈസ് ഓഫ് പ്രേയേഴ്സ്, സാക്രിഫൈസ് ഓഫ് പ്രേസ്, സ്തോത്രയാഗം കഴിക്കുന്നതിനെ മഹത്വപ്പെടുത്തുന്നു. അപ്പൊ ഇത് രണ്ടും ഔട്ടർ കോർട്ടിൽ നടക്കും. ഇനി അടുത്ത ഭാഗം ഹോളി പ്ലേസ് ആണ്. ഹോളി പ്ലേസ്, വിശുദ്ധ സ്ഥലം. അത് നമ്മൾ കാണുന്നത് 26-ാമത്തെ അധ്യായത്തിലാണ്. 26-ാം അധ്യായം 33-ാം വാക്യം വായിക്കാമോ? 26-33. കൊളുത്തുകളിൽ തിരശ്ശീല തൂക്കി സാക്ഷ്യപ്പെട്ടകം തിരശ്ശീലയ്ക്കകത്ത് വെച്ചു കൊണ്ട് ചെന്നു വെക്കണം. തിരശ്ശീല അതിവിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർപിരിക്കുന്നതായിരിക്കണം. അതിനവിടെ പറയുന്നു വിശുദ്ധ സ്ഥലം, ഹോളി പ്ലേസ്. ഹോളി പ്ലേസ് എന്ന് പറയുന്നത് പ്രീസ്റ്റ് മാത്രം കയറുന്ന സ്ഥലം. ഓൺലി പ്രീസ്റ്റ് കുഡ് എൻ്റർ ദ ഫസ്റ്റ് ഇന്നർ റൂം. പ്രീസ്റ്റ്, പട്ടക്കാർ, പുരോഹിതർ കയറുന്ന ഒരു സ്ഥലമാണ് ഹോളി പ്ലേസ്. അവിടെ എന്തൊക്കെയുണ്ട്? 3 കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്ന്, ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ്, കത്തിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണ നിലവിളക്ക്. വായിക്കാൻ സമയമില്ല, ഞാൻ എൻ്റെ റെഫറൻസ് മാത്രം പറഞ്ഞു പോകാം. എക്സഡസിന്റെ പുസ്തകം 25-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 25-ന്റെ 31 മുതൽ 40 വരെ. വായിക്കാൻ സമയമില്ല, വായിപ്പിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. അവിടെ ഒരു നിലവിളക്കിനെ കുറിച്ച് കാണും. നിലവിളക്ക് എങ്ങനെ പണിയണം, നിലവിളക്കിന്റെ രീതി എന്താണ്, അതിന്റെ സ്റ്റൈൽ എന്താണ്, അതൊക്കെ അവിടെ കാണും. 2ാമത് ഹോളി പ്ലേസിലുള്ള സംഭവമാണ്, അല്ലെ ഹോളി പ്ലേസിൽ കാണുന്ന ഒന്നാണ് ടേബിൾ ഓഫ് ബ്രെഡ്. ദൈവം അപ്പം വെക്കുന്നതിനൊരു ടേബിൾ, അപ്പം വെക്കുന്നതിനായിട്ടൊരു ടേബിൾ. അതിന്റെ റെഫറൻസ് വേഗത്തിൽ പറഞ്ഞു പോവാ. 25-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള വേദഭാഗത്ത് കാണാം. 25-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള വേദഭാഗത്ത് നമുക്ക് അവിടെ മേശ കാണാൻ സാധിക്കും. അപ്പം വെക്കാനൊരു മേശ. അത് അക്കേഷ്യ വുഡ് കൊണ്ടാണ്, ഖദിര മരം കൊണ്ട് പണിയണം. അതിന്റെ
അളവും അതിൻ്റെ രീതിയും അതിൻ്റെ ചട്ടവും അതെങ്ങനെ ഉണ്ടാക്കണം, അത് കാഴ്ചയപ്പം വെക്കാനുള്ളതാണ്. ടേബിൾ ഓഫ് ബ്രെഡ്, കാഴ്ചയപ്പം വെക്കാനുള്ള ടേബിൾ. മൂന്നാമത് അവിടെ കാണുന്നത് ഓൾട്ടർ ഓഫ് ഇൻസെൻസ്, ബലി അർപ്പിക്കുന്നതിനായിട്ടുള്ള അല്ലെങ്കിൽ ഇൻസെൻസ് അർപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു സ്ഥലം, ഓൾട്ടർ ഓഫ് ഇൻസെൻസ്. അത് നമ്മൾ കാണുന്ന റെഫറൻസ് മാത്രം പറയുക, 30-ാം അധ്യായം 1 തുടങ്ങി 10 വരെ. 30-ാം അധ്യായം 1 തുടങ്ങി 10 വരെ ഈ 3 കാര്യങ്ങൾ ഹോളി പ്ലേസിലുണ്ട്. അതിൻ്റെ അർത്ഥം ദൈവാലയത്തിൻ്റെ ഉള്ളിൽ നാം കടക്കുമ്പോൾ നമുക്ക് വേണ്ടുന്നത് ഒരു പ്രകാശം വേണം, ലൈറ്റ്, ലാംപ് സ്റ്റാൻഡ്, ഒരു പ്രകാശം വേണം, അല്ലേ? ദൈവാലയത്തിനുള്ളിൽ കടക്കുമ്പോൾ ദൈവാലയം പ്രകാശപൂരിതമായിരിക്കണം, ലാംപ് സ്റ്റാൻഡ്. വി നീഡ് ലൈറ്റ് ഇൻസൈഡ് ദ ചർച്ച്. പള്ളിക്കുള്ളിൽ ഒരു വെട്ടം വേണം, പള്ളിക്കുള്ളിൽ ഒരു പ്രകാശം വേണം. 2, ടേബിൾ ഓഫ് ബ്രെഡ്. ബ്രെഡ് എന്തിനാ? പരസ്പരം ആളുകൾക്ക് കഴിക്കാൻ വേണ്ടിയാ ടേബിൾ ഓഫ് ബ്രെഡ്, കാഴ്ചയപ്പം, അല്ലേ? ഫെലോഷിപ്പ് അത് കാണിക്കുന്നത്, ഫെലോഷിപ്പ് ആൻഡ് നറിഷ്മെന്റ്. പള്ളിക്കുള്ളിൽ വേണ്ടുന്ന വേറൊരു കാര്യം ഫെലോഷിപ്പ് ആൻഡ് നറിഷ്മെന്റ്, പരസ്പരം നറിഷ് ചെയ്യുക, പരസ്പരം ഫെലോഷിപ്പിൽ പങ്കുചേരുക, കൂട്ടായ്മ. പള്ളിക്കുള്ളിൽ വേണ്ടുന്ന രണ്ടാമത്തെ, 1 വെളിച്ചം, 2 കൂട്ടായ്മ. 3 പള്ളിക്കുള്ളിൽ എന്താ ഇൻസെൻസിനെ കുറിക്കുന്നത്? ഓൾട്ടർ ഓഫ് ഇൻസെൻസ് എന്ന് ഞാൻ പറഞ്ഞു. എന്താ ഇൻസെൻസ്? പള്ളിക്കുള്ളിൽ വേണ്ടുന്ന പ്രെയർ ആണ്, പ്രെയർ, പ്രാർത്ഥന. പള്ളിക്കുള്ളിൽ പ്രാർത്ഥന വേണം. 3 കാര്യങ്ങൾ: പള്ളിക്കുള്ളിൽ വെളിച്ചം, പള്ളിക്കുള്ളിൽ കൂട്ടായ്മ, 3 പള്ളിക്കുള്ളിൽ പ്രാർത്ഥന. ഇത് 3ഉം വേണം. അത് നടക്കുന്ന സ്ഥലമാണ് ഹോളി പ്ലേസ്. വേഗത്തിൽ പോട്ടെ. 3-ാമത്തെ ഭാഗം ദ മോസ്റ്റ് ഹോളി പ്ലേസ്, അതിവിശുദ്ധ സ്ഥലം. വായിക്കാം 26-ന്റെ 33, 34. 26-ന്റെ 33, 34. ഇപ്പൊ വായിച്ചതാണ്, എങ്കിലും ഒന്നുകൂടെ വായിക്കാം. കൊളുത്തുകളിൽ തിരശ്ശീല തൂക്കി സാക്ഷ്യപ്പെട്ടകം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവന്ന് വയ്ക്കണം. തിരശ്ശീല വിശുദ്ധവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതായിരിക്കണം. അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപ്പെട്ടകത്തിന് മീതെ കൃപാസനം വയ്ക്കണം. കൃപാസനം വെക്കണം. ദൈവത്തിന് സ്തോത്രം. അടുത്താണ് അതിവിശുദ്ധ സ്ഥലം, ദ മോസ്റ്റ് ഹോളി പ്ലേസ്. അവിടെ 3 കാര്യങ്ങൾ വേണമെന്നാ പറയും. 1, ആർക്ക് ഓഫ് ദ കവനന്റ്, നിയമം അടങ്ങുന്ന പെട്ടകം. ദൈവത്തിന്റെ സ്തോത്രം. നിയമം അടങ്ങുന്ന പെട്ടകം, ആർക്ക് ഓഫ് ദ കവനന്റ്, നിയമ പെട്ടകം. അതുകൊണ്ടാണ് നമ്മൾ ഓൾട്ടറിനകത്ത് അതിവിശുദ്ധ സ്ഥലം, ദ മോസ്റ്റ് ഹോളി പ്ലേസിൽ നമ്മൾ ബൈബിൾ എപ്പോഴും വെക്കുന്നതിന്റെ സൂചന അതാണ്. ദ ഹോളി പ്ലേസ്, ദ മോസ്റ്റ് ഹോളി, അവിടെ ബൈബിൾ, ആർക്ക് ഓഫ് ദ കവനന്റ്. രണ്ടാമത് അവിടെ വേണ്ടത് മേഴ്സി സീറ്റ്, കൃപാസനം. കൃപാസനം, കവർ ഓഫ് ദി ആർക്ക് ഓർ മേഴ്സി സീറ്റ്. 3-ാമത് അവിടെ കാണുന്നത് ഒരു ചെറൂബീമിന്റെ, വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് വായിക്കാതിരുന്നത്, ഒരു ചെറൂബീം അവിടെ വേണം. ചെറൂബീം നമുക്കറിയാം, ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ട് നമ്മൾ കാണുന്നതാണ് ചെറൂബീമിനെ. ദൈവത്തിന് സ്തോത്രം. ഇത് 3ഉം അവിടെ കാണണം എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇനിയും ഇത് നമ്മുടെ ജീവിതവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇതൊക്കെ പഴയ നിയമകാലത്ത് സംഭവിച്ചതാണ്. എന്നാൽ നമ്മുടെ ജീവിതവുമായിട്ട് ഇതിന് എന്താണ് ബന്ധം? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് ആരാ ഉണ്ടാക്കിയതെന്ന് നോക്കണം. ബസലേലും ഒഹലയാബുമായിരുന്നു ഈ തിരുനിവാസവും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളും എല്ലാം ടേബർനാക്കിൾ ഉണ്ടാക്കാൻ ചുമതലപ്പെടുത്തിയിരുന്ന 2 പേരാണോ ബസലേലും ഒഹലയാബും. റെഫറൻസ് എക്സഡസിന്റെ പുസ്തകം, പുറപ്പാട് 31-ന്റെ 1 മുതൽ 11 വരെയുള്ള വേദഭാഗത്ത് അവരെ മോശ തെരഞ്ഞെടുക്കുന്നുണ്ട്, ബസലേലിനെ ഒഹലയാബിനെയും. 31-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെ. ഇനി നമ്മുടെ ജീവിതവുമായിട്ട് ഇതിന് എന്താണ് ബന്ധമെന്ന് നോക്കാം. നമ്പർ 1, ഒന്നാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ വീടിന്റെ, ഭവനത്തിന്റെ സെന്റർ ആയിരിക്കണം. ഗോഡ് ബി ദ സെന്റർ ഓഫ് അവർ ഹൗസ്. ഗോഡ് ബി ദ സെന്റർ ഓഫ് അവർ ഹൗസ്. ദൈവം നമ്മുടെ ഭവനത്തിന്റെ നടുക്കായിരിക്കണം, ദൈവത്തിന്റെ സ്ഥാനം. മേക്ക് റൂം ഫോർ ഗാഡ്സ് പ്രസൻസ്. ദൈവത്തിന്റെ സാന്നിധ്യമുള്ള വീടുകളായി നമ്മുടെ വീടുകൾ മാറണം. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. ടേബർനാക്കിൾ അവർ പണിതപ്പോൾ അവർ ഏതെങ്കിലും ഒരു മൂലയ്ക്കല്ല പണിതത്. ടേബർനാക്കിൾ പണിതപ്പോൾ അവരുടെ ക്യാമ്പിന്റെ നടുക്കായിരുന്നു ടേബർനാക്കിൾ. നമുക്കറിയാം, ഇവർ യാത്ര ചെയ്യുകയാണ്. ഇസ്രായേലിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് വാഗ്ദത്ത നാടായ കനാനിലേക്കുള്ള യാത്രയിലാണ് ഇവരിത് പണിയുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് യാത്ര ചെയ്ത് ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഈ ടേബർനാക്കിൾ അവർ വലിച്ച് ഊരിയെടുത്തോണ്ട് വരും.
അപ്പോൾ അവർ പണിതപ്പോൾ യഹോവയായ ദൈവം അവരോട് പറഞ്ഞ കൽപ്പന നമ്മൾ വേദഭാഗത്തു നിന്ന് തന്നെ, ഇന്നത്തെ വായന ഭാഗത്തു നിന്ന് തന്നെ വായിച്ചെടുത്തായിരുന്നു. 25-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ കണ്ടായിരുന്നു, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ, 25-8, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. നമ്മുടെ ജീവിതത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് ദൈവമായിരിക്കണം. മറ്റെല്ലാം സെക്കൻഡറി ആണ്. നിങ്ങളുടെ ഓഫീസ്, നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾസ് എല്ലാം അതിൻ്റെ സൈഡിൽ വരേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി കാര്യങ്ങൾ, നിങ്ങളുടെ യാത്രാ കാര്യങ്ങൾ, നിങ്ങളുടെ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്, ഇതെല്ലാം സൈഡിലാണ്. സെന്റർ എന്ന് പറയുന്നത് ദൈവമാണ്. ഗോഡ് ബി ദ സെന്റർ ഓഫ് യുവർ ഹൗസ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നിൽക്കുന്ന, മധ്യേ നിൽക്കുന്ന ഒരിടമായിരിക്കണം നിങ്ങളുടെ വീടുകൾ, എൻ്റെയും നിങ്ങളുടെയും വീടുകൾ. ടേബർനാക്കിൾ വാസ് ഇൻ ദ മിഡിൽ ഓഫ് ദ ക്യാമ്പ്. അതിന് ചുറ്റുമാണ് ആളുകൾ താമസിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല, നാട്ടില് പള്ളിക്ക് ചുറ്റും ആളുകൾ താമസിക്കും. അപ്പോൾ ഓരോ വീടുകൾക്ക് പേര് കൊടുക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പള്ളി വടക്കേത്, പള്ളി കിഴക്കേത്, പള്ളി തെക്കേത്, പള്ളി താഴെ, പള്ളി, എങ്ങനെയൊക്കെയാ വീടുകൾക്ക് പേര് കൊടുക്കുന്നത്. എൻ്റെ അർത്ഥം എന്നാ, പള്ളി നടുക്ക് കാണും, അതിന് ചുറ്റിനുമായിരിക്കും വീടുകൾ. പള്ളിയിൽ മണിയടിക്കുന്നത് കേട്ടിട്ട്, നാട്ടിലത്തെ കാര്യമായി പറയുന്നത്, ഇവിടുത്തെ അല്ല. പള്ളിയിൽ മണിയടിക്കുന്നത് കേട്ടിട്ടായിരിക്കും ആളുകൾ പള്ളിയിലേക്ക് പോകുന്നത്. പള്ളി നടുക്കായിരുന്നു വീടുകളുടെ അതായത് പള്ളിയുടെ ചുറ്റുമായിരുന്നു വീടുകൾ. ആ ഒരു ചിന്ത വരുന്നത് ഇതിൽ നിന്നുമാണ്, പുറപ്പാട് പുസ്തകത്തിൽ നിന്നുമാണ്. യഹോവയായ ദൈവം നമ്മുടെ മധ്യേ, ദൈവത്തിന് സ്തോത്രം, യഹോവയായ ദൈവം നമ്മുടെ മധ്യേ. അതിനു ചുറ്റുമാണ് മനുഷ്യർ താമസിച്ചുകൊണ്ടിരുന്നത്. God's dwelling place was not somewhere far away from the people. ജനങ്ങളുടെ അടുക്കൽ ദൂരത്തല്ല പള്ളി. നമ്മളിപ്പോ പറയുന്നത് എങ്ങനെ, സമയമുണ്ടേ പള്ളി വരാമെന്നാ പറയുന്നത് അല്ലേ. സമയം കിട്ടിയാൽ പള്ളി വരാം, ആരോഗ്യം ഉണ്ടെങ്കിൽ പള്ളി വരാം അല്ലേ. കാലാവസ്ഥ മഴയില്ലെങ്കിൽ പള്ളി വരാം, ചൂടാണെങ്കിൽ പള്ളി വരത്തില്ല, എന്തെല്ലാം നമ്മൾ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ആ വീട് എന്ന് വീടുകളെല്ലാം പള്ളിയുടെ ചുറ്റും, അല്ലെങ്കിൽ ടേബർനാക്കിളിന്റെ ചുറ്റുമായിരുന്നു വീട്. അപ്പം ഗോഡ് വാസ് ദ സെന്റർ ഓഫ് ദെയർ ലൈഫ്. യഹോവയായ ദൈവം അവരുടെ ജീവിതത്തിന്റെ നടുവിൽ ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം. അതുകൊണ്ട് ഒന്ന് നിങ്ങളോട് പറയുന്നത്, വേദഭാഗത്ത് വന്നത്, മേക്ക് റൂം ഫോർ ഗോഡ്സ് പ്രസൻസ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി ഭവനങ്ങൾ ഉണ്ടാക്കുക. ആൻഡ് ഗോഡ് ബി ദ സെന്റർ ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ വീടിന്റെ നടുവിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ നടുവിൽ, നിങ്ങളുടെ ഭവനത്തിന്റെ നടുവിൽ ദൈവം ഉണ്ടായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്. രണ്ട്, ഈ ഓരോ ഭാഗങ്ങളും, ഈ 3 വ്യത്യസ്തമായ ഭാഗങ്ങൾ, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, അങ്ങനെ കണ്ടു, 3 കണ്ടു അല്ലെ. പ്രാകാരം, വിശുദ്ധ സ്ഥലം, ഇത് 3 ഉണ്ടാക്കുമ്പോൾ, അതേപോലെ തന്നെ വാതിലുകൾ ഉണ്ടാക്കുമ്പോൾ, ജനലുകൾ ഉണ്ടാക്കുമ്പോൾ, മേശ ഉണ്ടാക്കുമ്പോൾ, അതേപോലെ ദൈവാലയത്തിന് അല്ലെങ്കിൽ തിരുനിവാസത്തിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ, സമാഗമന കൂടാരത്തിന്റെ അകത്തുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാക്കുമ്പോൾ ദൈവം ഒരു കണക്ക് പറഞ്ഞിരുന്നു അല്ലേ. നമ്മൾ കേട്ടു, യാഗപീഠത്തിന് എത്ര ഉയരം വേണം, യാഗപീഠത്തിന് എത്ര വീതി വേണം അല്ലെ. കൃത്യമായിട്ട് അത് പറയാണ്. 10-ാമത്തെ വാക്യത്തിൽ 25-ാം അധ്യായം ചാപ്റ്റർ 25 വേഴ്സ് 10, 25-10, ഖദിരമരം കൊണ്ട് പെട്ടം ഉണ്ടാക്കുമ്പോൾ അതിന് എത്ര നീളം വേണം, 2.5 മുഴം, 1.5 മുഴം വീതി, 1.5 മുഴം ഉയരം. എല്ലാത്തിനും ഒരു കണക്കുണ്ട്. നിങ്ങളുടെയും എൻ്റെയും വീടിനെ ഡിസൈൻ ചെയ്യേണ്ടുന്നത് ദൈവമാണ്. ശരിയാ, നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ വീട് പണിതിരിക്കുന്നത്. എവിടെ എത്ര മുറി വേണം, ഒരു മുറിയിൽ എത്ര ഫർണിച്ചർ വേണം, എവിടെ നമുക്ക് കിച്ചൺ വേണം, കിച്ചണിൽ എന്തെല്ലാം സാധനങ്ങൾ വേണം, ഇതെല്ലാം നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഒക്കെ ശരി തന്നെ. എന്നാൽ ദൈവത്തിൻ്റെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മേക്ക് റൂം അക്കോർഡിംഗ് ടു ഗോഡ്സ് പാറ്റേൺ. മേക്ക് റൂം, മേക്ക് ഹൗസ്, മേക്ക് യുവർ ഹോം അക്കോർഡിംഗ് ടു ഗോഡ്സ് പാറ്റേൺ. ദൈവത്തിൻ്റെ അളവിനനുസരിച്ച്, ദൈവം പറയുന്ന ഡിസൈനിൽ നിങ്ങളുടെ വീടുകൾ പണിയുവാൻ, നിങ്ങളുടെ ഭവനങ്ങൾ, നിങ്ങളുടെയും ഭവനങ്ങൾ പണിയാൻ കഴിയണം. ദൈവം ഒരു സ്പെസിഫിക് ഡയമെൻഷൻ കൊടുക്കുകയാണ്. ഈ മോശയോടും അഹല്യാബിനോടും അതേപോലെ ബെസലേലിനോടും യഹോവയായ ദൈവം പറയും, ഐ ഹാവ് എ സ്പെസിഫിക് ഡയമെൻഷൻ. എനിക്കൊരു കൃത്യമായ അളവുണ്ട്. അതേപോലെ സ്പെസിഫിക് മെറ്റീരിയൽ. പെട്ടകം പണിയേണ്ടത് ഖദിരമരം കൊണ്ടെന്ന് കൃത്യമായി പറയുകയാണ്.
നിലവിളക്ക് ഉണ്ടാക്കേണ്ടത് ഗോൾഡ് കൊണ്ട്, ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ് അല്ലേ, 31 വാക്യം 25:31. നിലവിളക്ക് പണിയേണ്ടത് ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ് കൊണ്ടാണ് പറയുന്നത്. മേശ ഉണ്ടാക്കേണ്ടത് കൃത്യമായി പറയുകയാണ് ഖദിരമരം കൊണ്ട് മേശ ഉണ്ടാക്കേണ്ടത് അല്ലേ. അതേപോലെ തിരുനിവാസത്തെ മറയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണി എന്തോ കൊണ്ടുണ്ടാക്കണം? 26-ാമത്തെ അധ്യായം, പഞ്ഞിനൂൽ, നീലനൂൽ, ധൂമ്രനീൽ നൂൽ, ചുവപ്പ് നൂൽ. സാലിയാൻറ്റി വായിച്ചപ്പോൾ നമ്മളത് കണ്ടു. ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പഞ്ഞിനൂൽ, കോലാട്ടുരോമം അല്ലേ. നമുക്ക് കൃത്യം മെറ്റീരിയൽസ് പറയാം, കൃത്യം അറേഞ്ച്മെന്റ്സ് പറയാം. തോന്നുന്നിടത്തൊന്നും കൊണ്ടിടാൻ പറ്റത്തില്ല. എവിടെ വേണം ബ്രോൺസ് ബേസിൻ, എവിടെ വേണം അത് ഓൾട്ടറിൽ എവിടെ വേണം, മനസ്സിലായില്ലേ? എവിടെ വേണം ടേബർനാക്കിളിൽ വെക്കേണ്ടുന്ന ഓരോ വസ്തുക്കളും, എവിടെ മേഴ്സി സീറ്റ്, എവിടെ വേണം പിന്നെ നിയമപെട്ടകം, കൃത്യം പറയുകയാണ് എവിടെ വെക്കണം, അറേഞ്ച്മെന്റ്സ്. ഏതെല്ലാം ഫർണിച്ചർ വേണം, ദൈവം പറയാണ് ഇന്ന ഫർണിച്ചേഴ്സ് വേണം. ആ ഫർണിച്ചർ ഇങ്ങനെ വേണം ഉണ്ടാക്കാൻ, അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഇതെല്ലാം കൃത്യമായി പറയുകയാണ്. പ്രിയമുള്ളവരെ, വീടുകൾ, ഭവനങ്ങൾ ദൈവത്തിൻ്റെ ഡിസൈനിലൂടെ നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ പണിയുന്നത്. അതൊന്നും തെറ്റില്ല, ഞാൻ കുറ്റം പറയുകയല്ല, അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ വേർ ഇസ് ഗാഡ്സ് ഡിസൈൻ? എവിടെയാണ് ദൈവത്തിൻ്റെ ഡിസൈൻ ഉള്ളത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗാഡ്സ് ഡിസൈൻ. Are we making our homes according to God's measurement, God's dimension, and with the material God is asking us to do, with the arrangements God is thinking of? ദൈവം നിശ്ചയിക്കുന്ന പോലെയാണോ നമ്മൾ നമ്മുടെ ഭവനങ്ങൾ പണിയുന്നത്? ദൈവം നിശ്ചയിക്കുന്നത് പോലെയാണോ അതിൻ്റെ ഡിസൈനുകൾ? ദൈവം നിശ്ചയിക്കുന്ന മെറ്റീരിയൽസ് ആണോ? ഞാൻ പറയും, ഒരു ഭവനം പണിയേണ്ടുന്ന മെറ്റീരിയൽസ് 1 പ്രാർത്ഥനയാണ്, 2 ദൈവവചന വായനയാണ്, ദൈവത്തിന് സ്തോത്രം, 3 ദൈവാശ്രയമാണ്, 4 നിരന്തരമായിട്ടുള്ള ദൈവ പഠനമാണ്, ദൈവവചന പഠനമാണ്. നോക്കൂ, കൃത്യമായ ഡിസൈൻ, സ്പെസിഫിക് ഡയമെൻഷൻസ്, സ്പെസിഫിക് മെറ്റീരിയൽസ്, സ്പെസിഫിക് അറേഞ്ച്മെന്റ്സ്, സ്പെസിഫിക് ഫർണിച്ചേഴ്സ്, പ്രൊസീജിയേഴ്സ് ഒക്കെ ദൈവം സമാഗമന കൂടാരത്തെക്കുറിച്ച് പറയുമ്പോൾ അത് തന്നെ നമ്മുടെ ഭവനങ്ങളും പണിയപ്പെടേണ്ടത്. നമ്പർ 2, 2 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, ഗാഡ് ബി അറ്റ് ദ സെന്റർ. യഹോവയായ ദൈവം എൻ്റെയും നിങ്ങളുടെയും കുടുംബജീവിതത്തിൻ്റെ നടുവിലുണ്ടായിരിക്കണം. യഹോവയായ ദൈവം നടുവിലില്ലാതെ വരുമ്പോഴാണ് നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നത്. യഹോവയായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് നടുവിലില്ലാതെ വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ മൂലയ്ക്കാക്കും അല്ലേ. എല്ലാം നിശ്ചയിച്ച് എല്ലാം തീരുമാനിക്കും നമ്മൾ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് പ്രധാന പരിഗണന കൊടുക്കാതെ വരുമ്പോൾ പ്രതിസന്ധിയും പ്രതികൂലങ്ങളിലൊക്കെ അകപ്പെട്ടു പോകും. നമ്പർ 2, രണ്ടാമതായി പറഞ്ഞത്, ലെറ്റ് ഗാഡ് ഡിസൈൻസ് യുവർ ഹോം. നിങ്ങളുടെ വീടിനെ, നിങ്ങളുടെ ഭവനത്തെ ദൈവം ഡിസൈൻ ചെയ്യട്ടെ എന്നുള്ളതാണ്. ദൈവം ഡിസൈൻ ചെയ്യട്ടെ. മൂന്നാമതായി ലെറ്റ് ഗാഡ് ജേർണി വിത്ത് യു. ദൈവം നിങ്ങളോടുകൂടെ യാത്ര ചെയ്യട്ടെ. ലെറ്റ് ഗാഡ് ജേർണി വിത്ത് യു. സമാഗമന കൂടാരം അവർ പോയിടത്തെല്ലാം കൊണ്ടു നടന്നു. അവർക്ക് അതൊരു ടെമ്പററി അറേഞ്ച്മെന്റ്സ് ആയിരുന്നു, നമുക്കറിയാം. ദിസ് വാസ് എ ടെമ്പററി അറേഞ്ച്മെന്റ്സ്. സോ അതിനൊരു മൊബൈൽ ഒരു റൂം പോലെയാണ്. ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് മൊബൈൽ റൂം. അതിങ്ങനെ മൊബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുക, മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരിടത്ത് പോയി അവർ താമസിച്ചു. അവിടെ അവർ സമാഗമന കൂടാരം അവരുടെ വീടുകളുടെ നടുവിൽ വെച്ചു. ചുറ്റുപാടും വീടുകൾ, ചുറ്റിനും വീടിൽ നടുവിൽ സമാഗമന കൂടാരം. അവിടുത്തെ ക്യാമ്പ് കഴിഞ്ഞു, അവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ തീർന്നു, അവിടുത്തെ വെള്ളമെല്ലാം തീർന്നു. മോശ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് പോകാം. അപ്പോൾ അവർ സമാഗമന കൂടാരം അഴിച്ചുകൊണ്ട് അടുത്തടത്തേക്ക് പോകും. എന്നിട്ട് സമാഗമന കൂടാരം അടുത്ത സ്ഥലത്ത് പണിയും. അതിനുശേഷം അവരുടെ വീടുകൾ ചുറ്റിലും പണിയും. അവിടെ കുറേ നാൾ താമസിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ യാത്രയിലുടനീളം ദൈവം കൂടെ ഉണ്ടാകണം. നിങ്ങളുടെ കാർ ഒരു ടേബർനാക്കിളാണ്, നിങ്ങളുടെ വീട് ഒരു ടേബർനാക്കിളാണ്, നിങ്ങളുടെ റൂം ഒരു ടേബർനാക്കിളാണ്, നിങ്ങളുടെ ബൈക്ക് ഒരു ടേബർനാക്കിളാണ്, നിങ്ങളുടെ ഓഫീസ് ഒരു ടേബർനാക്കിളാണ് എന്ന് വിചാരിക്കുക. അനുദിനം നിങ്ങളോട് കൂടെ യാത്ര ചെയ്യുന്ന, നമ്മോട് കൂടെ യാത്ര ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം സദാ നമ്മുടെ കൂടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൂരത്തേക്ക് പഠിക്കാൻ പോയവരുണ്ടാകാം. അവരുടെ അടുക്കലും ടേബർനാക്കിൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. അവരുടെ അടുക്കലും ദൈവം ഉണ്ടാകണം. ഞാൻ എപ്പോഴും ആളുകളോട് പറയാറൊരു കാര്യമുണ്ട്,
നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടി എന്തും ആയിക്കൊള്ളട്ടെ, ചിലപ്പോൾ ഒരു ബൈക്ക് ആവാം, അല്ലെങ്കിൽ ഒരു കാർ ആവാം. കീപ്പ് എ ബൈബിൾ ഇൻസൈഡ്. ഒരു വേദപുസ്തകം അതിനകത്ത് സൂക്ഷിക്കുക. നിങ്ങൾ ഒരു പക്ഷെ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ കാറിനകത്തൊരു ബൈബിൾ കാണും, ഡെഫിനറ്റ്ലി, ഐ ബിലീവ്. എന്തിനാ അത്? ഗാഡ് ഈസ് ജേർണിങ് വിത്ത് അസ്. ദൈവം ഞങ്ങളോട് കൂടെ യാത്ര ചെയ്യുന്നു. ദൈവം ഞങ്ങൾ പോകുന്നിടത്തെല്ലാം ഞങ്ങളോട് കൂടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. മൊബീൽ ദൈവം നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. മേക്ക് റൂം മൊബീൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജേർണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ദൈവം നമ്മളോട് കൂടെ ഇങ്ങനെ യാത്രയിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവർ പോകുന്നിടത്തെല്ലാം അവർ ഈ സമാഗമന കൂടാരവുമായിട്ട് നടന്നു. പ്രിയമുള്ളവരെ, പള്ളി അല്ലെങ്കിൽ ദൈവാലയം അതിരിക്കുന്ന സ്ഥലത്ത് മാത്രമല്ല. ദൈവത്തിന് സ്തോത്രം. അതായത് യാപ്രാലാണ് നമ്മുടെ ദൈവാലയം, ശരിയാണ്. അല്ലെ സെന്റ് ജോൺസിലാണ് നമ്മൾ ആരാധിക്കുന്നത്, ശരിയാ. അല്ലെ ഓൾ സെയിൻസിലാണ് നമ്മൾ ആരാധിക്കുന്നത്, അല്ലെ വെസ്ലിയിലാണ് നമ്മൾ ആരാധിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ആരാധനാ സ്ഥലം, ശരി. അതിലൊന്നും തർക്കമില്ല. പക്ഷെങ്കിൽ it has an extended room in our homes. നമ്മുടെ വീടുകളും മുറികളും കാറുകളും ഓഫീസുകളും നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ നമ്മൾ കാണുന്ന ദൈവാലയത്തിന്റെ എക്സ്റ്റൻഷൻസ് ആണ്, തുടർച്ചയാണ്. ബിക്കോസ് ഗാഡ് ഇസ് ജേർണിങ് വിത്ത് അസ്. നമ്മളോട് കൂടെ യഹോവയായ ദൈവം യാത്ര ചെയ്യുന്നു. പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, അതുകൊണ്ട് ഇന്ന് നമ്മൾ കേട്ടത് മേക്ക് റൂം ഫോർ ഗാഡ്സ് പ്രസൻസ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിനായിട്ട് ഭവനങ്ങൾ പരിശ്രമിക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യത്തിനായിട്ട് അനുദിനം, ആമേൻ, ദൈവത്തിന്റെ ജനം അനുദിനം പരിശ്രമിക്കണം. 3 കാര്യങ്ങളാണ് പറഞ്ഞു. ഒന്ന്, God be a center of your life. God be a center of your family. God be a center of your official and professional work. ദൈവം നിങ്ങളുടെ അനുദിന ജോലിയിൽ, അനുദിന കുടുംബജീവിതത്തിൽ, അനുദിന പഠനത്തിൽ ദൈവമായിരിക്കണം നിങ്ങളുടെ സെന്റർ എന്ന് ഓർക്കുക. കോർണർ അല്ല, സെന്റർ. ദൈവത്തിന് സ്തോത്രം. 2, ദൈവമായിരിക്കട്ടെ നിങ്ങളുടെ വീടിനെ, നിങ്ങളുടെ പഠനത്തെ, നിങ്ങളുടെ ജോലിയെ, നിങ്ങളുടെ കുടുംബജീവിതത്തെ ഡിസൈൻ ചെയ്യുന്ന ആള്. ഗാഡ്സ് ഡിസൈൻ. Let God design our life. Let God design our professional life, our studies. ദൈവം നമ്മുടെ പഠനത്തെ, ജോലിയെ, നമ്മുടെ വീടിനെ, നമ്മുടെ കുടുംബജീവിതത്തെ ഡിസൈൻ ചെയ്യട്ടെ. സ്പെസിഫിക് മെഷർമെന്റിലൂടെ, ഡയമെൻഷൻസിലൂടെ, അറേഞ്ച്മെന്റ്സിലൂടെ. 3, let God journey with you. ദൈവം നിങ്ങളുടെ ഒപ്പം എപ്പോഴും യാത്ര ചെയ്യട്ടെ. പോകുന്നിടത്തൊക്കെയും ദൈവം നിങ്ങളുടെ കൂടെ നടക്കട്ടെ, കൂടെ വരട്ടെ, കൂടെ പോരട്ടെ. ദൈവത്തിന് സ്തോത്രം. സമാഗമന കൂടാരം നമ്മെ പഠിപ്പിക്കുന്ന ഇതാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പ്രാകാരവും അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും, പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവുമായി 3ആയി ഇത് പണിതെങ്കിൽ, ഇത് 3 നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, പ്രാകാരങ്ങളിൽ വിശുദ്ധിയോടെ വരിക. ദൈവത്തിന് സ്തോത്രം. 2, ദൈവാലയത്തിൽ കൂട്ടായ്മയും പ്രാർത്ഥനയും കഴിക്കുക. ദൈവത്തിന് സ്തോത്രം. 3, കൃപാസനത്തിൽ നിന്ന് കൃപ വാങ്ങി മടങ്ങിപ്പോവുക. ദൈവത്തിന് സ്തോത്രം. കൃപ അനുഭവിച്ച് മടങ്ങിപ്പോവുക. എന്തിനാ നമ്മൾ ദൈവാലയത്തിൽ ആശീർവാദം നൽകുന്നതെന്നറിയാമോ? ആശീർവാദം, കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടി ഇരിക്കട്ടെ എന്ന് ഒരു ശുശ്രൂഷക്കാരൻ ദൈവാലയത്തിൽ നിന്ന് പറയുമ്പോൾ, കൃപ വാങ്ങി, കൃപ അനുഭവിച്ച് ദൈവാലയത്തിൽ നിന്ന് മടങ്ങിപ്പോകാൻ നമുക്ക് സാധിക്കണം. ആ ആശീർവാദം നൽകുന്നത് അതിവിശുദ്ധ സ്ഥലത്തിൽ, ദ മോസ്റ്റ് ഹോളി പ്ലേസിൽ നിന്നാണ്. ബിക്കോസ് ദാറ്റ്സ് ദ പ്ലേസ് ദ മേഴ്സി ഈസ് സീറ്റഡ്. അവിടെയാണ് കൃപ വസിക്കുന്നത്, കൃപ ഉള്ളടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അനുദിനം നമ്മുടെ വീടുകൾ, നമ്മുടെ ഭവനങ്ങൾ സമാഗമന കൂടാരം പോലെ ആവട്ടെ. നമ്മുടെ ആലയം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ പഠന ജീവിതം, നമ്മുടെ യാത്ര, നമ്മുടെ ജോലി, ഇതെല്ലാം തന്നെ സമാഗമന കൂടാരം പോലെ ആകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം, പ്രാർത്ഥന. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഗോഡ് ബി ദ സെന്റർ. ലെറ്റ് ഗാഡ് ഡിസൈൻ യുവർ ലൈഫ്. ലെറ്റ് ഗാഡ് ജേർണി വിത്ത് യു. നിങ്ങളോടൊപ്പം, നിങ്ങളുടെ നടുവിൽ ദൈവം ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ വീടിനെ, ഭവനത്തെ ദൈവം ഡിസൈൻ ചെയ്യട്ടെ. ദൈവം നിങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യട്ടെ എന്ന് വേദഭാഗത്തു നിന്നും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കണ്ണുകളെ അടയ്ക്കാം. ലഭിച്ചതായിട്ടുള്ള ദൈവവചനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സമാപന പ്രാർത്ഥന ചെയ്യുന്നത് മിസ്റ്റർ സി സൈബാളാണ്. എങ്കിലും ഞാൻ നിങ്ങളെല്ലാവരും ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
നിങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള ദൈവത്തിൻ്റെ വചനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മുടെ ഇടയിലുണ്ടല്ലോ, മധ്യയുണ്ടല്ലോ. ദൈവം നമ്മോട് കൂടെ നടക്കുന്നല്ലോ. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ നടുവിലുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യുന്നു. ദൈവം നമ്മോടുകൂടെ യാത്ര ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം, സമാഗമന കൂടാരത്തിലുണ്ടായിരുന്ന അതേ സാന്നിധ്യം നമ്മൾക്ക് ഉണ്ടാകാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് മിസ്റ്റർ സി സായിബാളിനെ റിക്വസ്റ്റ് ചെയ്യും. Prayer. Am I audible, Acha? Yes, yes. Yeah. Gracious Heavenly Father, thank you for this wonderful morning you have given us. Thank you for allowing us to gather in your name and be with us as we meditate your word and glorify your name. Thank you for protecting each and every one of us in the last week and giving us all the strength we need in our day-to-day lives so that we can pray to you, glorify you, and worship you. Lord, I pray for all the family members who have lost their near and dear ones in the recent past. Give them the strength they need during this difficult period. I pray for all the sick people who are undergoing a difficult time in their lives. Father God, please bless them and touch them so that they can feel your presence and get comforted and get all the strength they need. I pray for their family members too, to bless them during this difficult time. I pray for Achan, Kochama and the children. Father God, strengthen Achan and Kochama as they lead the congregation and the church to enrich our spiritual journey. Bless the children in their studies as they grow in your name and blessings. Lord, I pray for all the auxiliary wings of our church in your name and in your glory. Thank you for blessing the Women's Fellowship sale last week. Let the fellowship continue to grow by glorifying your name in every task they do. I pray for the youth and the young couple fellowship as they have the retreat tomorrow. Father God, be with them and strengthen them so that they become spiritually strong and continue to grow in your fellowship. I pray for the Sunday school, choir and laity fellowship. Pray for the success of all the upcoming planned activities of the fellowship and each member gets enriched in your name and blessings. I pray for the pastorate committee. Bless them and guide them as they continue to work for you and strengthen the spiritual foundation of the church. I pray for the good health of all our congregation members. Bless each and every one of us. I pray for the country as it celebrates its 80th Independence Day tomorrow. Let there be abundant rainfall, peace and prosperity in every corner of the country. Let us all understand the importance of independence achieved through the blood, sweat and toil of all the people who fought to achieve independence. I pray for all the missionaries who work tirelessly for you, your people, and under difficult circumstances. Let their path be blessed in your name, and they get all the support, strength, and continue to glorify your name. Amen. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. ഒരു പാട്ട് ചേർന്ന് എൻ്റെ ഒരു 1-2 സ്റ്റാൻസാസ് പാടാം. ശേഷം കർത്താവിൻ്റെ പ്രാർത്ഥനയും ചൊല്ലി ആശീർവാദത്തോടെ ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ഹമനോഹരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം പ്രാകാരങ്ങളിൽ. ഹമനോഹരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാം. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. രാജ്യം വരണമേ, തിരുഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടങ്ങളിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവും പ്രിയ രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപ,
പിതാവാം ദൈവത്തിന്റെ സ്നേഹം, നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ഇന്നുമല്ല ഇപ്പോഴും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ആവശ്യങ്ങളിൽ, പ്രാർത്ഥനകളിൽ, നിങ്ങൾ കേട്ടതായ വചനത്തിൽ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യത്തിൽ, ബലത്തിൽ, സുഖത്തിൽ ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് നമുക്ക് ജയം തന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ, നീ വേഗം വരണമേ. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അടുത്ത ആഴ്ച നമുക്ക് പ്രാർത്ഥനയ്ക്കായി വീണ്ടും കൂടാം. ദൈവം അതാതിടങ്ങളിൽ നമ്മെ അനുഗ്രഹത്തോടെ പരിപാലിച്ചു വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാവ് എ ഗുഡ് വീക്കെൻഡ്. ബൈ. താങ്ക് യു. ബൈ. Thank you.